വിശുദ്ധ വാരത്തിൻ്റെ അവസാന ആഴ്ചയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ വന്നേക്കുന്നത്? അതെയോ? അല്ലല്ലേ? സന്തോഷത്തോടെ വന്നവർ വന്നെന്നൊന്ന് പറയാവോ? ഹല്ലേലൂയ. പോരല്ലോ, അങ്ങയുടെ വശത്തും ശബ്ദം ഇല്ല. ഹല്ലേലൂയ. നമ്മുടെ ഇടവകയിൽ ഇത്രയും കുഞ്ഞുങ്ങളെ ഉള്ളോ? കുഞ്ഞുങ്ങൾക്ക് വരാൻ വേറെ വല്ല പരിപാടി ഉണ്ടോ എന്ന്? ഇല്ലല്ലേ? നമുക്ക് നാളെ മറ്റുള്ളവരെയും കൂടെ വിളിച്ചുകൊണ്ട് വരണം. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ നമുക്ക് ഈ പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയുടെ ഒരു വലിയ പരിപാടിയാണ്. ഇടവക ജനത്തെ മുഴുവൻ ഒന്നിച്ച് ഇടവക വികാരിയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഈ 3 ദിവസം. അപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടെ നാളെ മുതലേ കൊണ്ടുവരണം. ഇന്നിപ്പം വരാൻ പറ്റിയിട്ടില്ല. അപ്പം വീട്ടിലിരിക്കുന്നവരെയൊക്കെ കൊണ്ടുവരണം. അല്ലേ അവരവിടെ ഇരുന്ന് എന്ത് ചെയ്യും? എന്താ ചെയ്യാൻ പോകുന്നത്? കുഞ്ഞുങ്ങൾ വീട്ടിലിരുന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ആ സാധനയില്ലേ, അത് ഓണാക്കുക, അവരോട് ഇരുന്ന് കാണും. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആ വലതുകൈ ഉയർത്തി ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഈ മാതാപിതാക്കന്മാർ മാത്രം, അതായത് അപ്പന്മാര് മാത്രം ഒരു ഹല്ലേലൂയ ഇടതുകൈ ഉയർത്തി പറയണേ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ അപ്പന്മാരല്ലാത്തതുകൊണ്ട് അവർ കൈ പൊക്കിയില്ല. ശരി. അപ്പൊ നിങ്ങൾക്ക് സന്തോഷല്ലേ? അതെയോ? വലിയ ആഴ്ചയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇന്ന് എന്നാ തിരുനാളായിരുന്നു? അവസാന തിരുനാളായിരുന്നു അല്ലേ? എല്ലാവരും വന്ന് ഓലയൊക്കെ മേടിച്ചോണ്ട് പോയില്ലേ? എല്ലാവരും ഭക്തിപൂർവ്വം വന്ന് അതിനകത്ത് നിന്ന് ഓലയൊക്കെ മേടിച്ച് കൊണ്ടുപോയി വിശുദ്ധമായിട്ട് നമ്മൾ എവിടെയോ കൊണ്ടുപോയി പാത്തു വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോഴ് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷ ഇന്ന് ആരംഭിക്കുകയാണ്. നമ്മൾ ജപമാല പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ ഇന്ന് 2 മണി തൊട്ട് ഈ ദേവാലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ ഈശോയെ, ഈ ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളും എവിടെ വരണം? ഈ ദേവാലയത്തിൽ ഒന്ന് വരണം. നിങ്ങളുടെ വീട്ടിലെല്ലാം സിസ്റ്റേഴ്സ് വന്നായിരുന്നോ? വന്നില്ലേ? വന്നായിരുന്നു അല്ലേ? സിസ്റ്റേഴ്സ് പറഞ്ഞില്ലായിരുന്നോ ഇങ്ങനെ ഒരു ധ്യാനം ഉണ്ടെന്നൊക്കെ? പറഞ്ഞായിരുന്നോ? ഒന്നുമില്ലേലും വികാരിച്ചം പലവട്ടം പറഞ്ഞു അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞാണ്. ഈ വരാത്തവരെ നാളെ നമുക്ക് കൊണ്ടുവരാം. എന്നാലും നിങ്ങൾ ഇത്രയും പേര് വന്നല്ലോ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് ഈ ആഴ്ചയിലേക്ക് ഒരു പുത്തൻ ചൈതന്യം, ഒരു പുത്തൻ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഇരുന്നുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്താ സ്തുതിക്കണ്ടേ? അനുഗ്രഹം തന്നിട്ടുണ്ടോ? ഉണ്ട്. അനുഗ്രഹം ഇല്ലേ നമ്മളിവിടെ വരില്ല. എന്നിട്ട് 2 കൈ നന്നായിട്ട് ഉയർത്തിക്കാം. മുട്ടുവേന ഉള്ളവരുടെയൊക്കെ മുട്ടുവേന പോകും ഇപ്പോൾ. എന്നിട്ട് യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ നന്ദി, നന്ദി, നന്ദി. ദൈവമേ, ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ കുടുംബങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ. അനുഗ്രഹിക്കണമേ ഈശോയെ. ഇവരുടെ കുടുംബങ്ങളെ അവിടെ എടുത്തുയർത്തണമേ. അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. എല്ലാവർക്കും സ്തുതിക്കാൻ അറിയാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പരിശുദ്ധാത്മാവെ, ഒരു പുത്തൻ ചൈതന്യം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. ഇനി ഇതിനോട് ചേർന്നൊന്ന് കരവടിക്കാമോ? കൈകളൊക്കെ ഒന്ന് അടിക്കാമോ? ശബ്ദത്തോടെ. ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു
പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് അരുളി ചെയ്ത കർത്താവിന്റെ വചനം നമുക്ക് ഓർക്കാം. എൻ്റെ ഈശോയെ, ദാഹത്തോടെ ഞങ്ങൾ വന്നിരിക്കുകയാണ് വചനം കേൾക്കാൻ. ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച്, അല്പം കൂടെ ശക്തിയോടെ. പോരാ പോരാ. അടുത്ത് നിൽക്കുന്നവരുടെ മുഖത്തൊക്കെ ഒന്ന് ചിരിച്ചു നോക്കിയേ. അടുത്തൊന്ന് ചിരിച്ചേ, അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നോക്കി. യേശുവിനെ മരുഭൂമിയിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ, ജോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന്. യേശുവിനെ മരുഭൂമിയിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ, സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതരാതെ അഭിഷേകത്തോടെ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതരാതെ അഭിഷേകത്തോടെ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. നിറയണമേ നീ എന്നിനുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ എന്നിനുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നിനുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ എന്നിനുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങളും ഉയർത്തിയിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്തുതിച്ചേ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഈശോ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് സ്തുതിച്ചേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. രണ്ട് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കട്ടെ. രണ്ട് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങളെ നമുക്ക് ഈ സമയം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും വചനം കേൾക്കാനായിട്ട് വന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും, കുടുംബത്തിലായിരിക്കുന്നവരെയും ഒക്കെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗത്താൽ വേദനിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള തകർച്ചകളെല്ലാം സമർപ്പിക്കുകയാണ് എൻ്റെ ഈശോയെ. അങ്ങറിയാതെ ഒന്നും എൻ്റെ കുടുംബത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പരിശുദ്ധാത്മാവേ, ഈ മണിക്കൂറുകളിൽ അങ്ങയുടെ വചനം കേൾക്കുവാൻ ഞങ്ങൾക്ക് ബലം നൽകണമേ, കരുത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനം മാംസമാകുവാൻ വേണ്ടി ഉദരം വിട്ടുകൊടുത്ത പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇടവകയിലുള്ള കുടുംബങ്ങളെയും ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും സ്വരമുയർത്തി പ്രാർത്ഥിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇനി നമ്മുടെ ഇടവകയിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കന്മാരുണ്ട്, കുടുംബത്തിലുള്ളവരെ, കൊച്ചുമക്കളൊക്കെ ഉണ്ടാവാം. അവരെല്ലാം ഒരു നിമിഷം ഒന്ന് ഓർത്തി അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകുവാൻ വേണ്ടി നമുക്ക് സ്വരമുയർത്തി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്കിരിക്കാം. സന്തോഷമാണോ? അതെയോ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ സന്തോഷമാണോ എന്ന്. സന്തോഷമല്ലേ? നമ്മൾ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനത്തിലേക്ക് കൂടുതലായി ഉൾച്ചേരാനും സന്തോഷത്തോടെ ദൈവവചനമൊക്കെ കേട്ട് ഒരിക്കൽ കൂടി ആ വചനത്തിൽ ഈശോയെ കണ്ടുമുട്ടി ഈശോയുടേതാകാൻ വേണ്ടി വന്നിരിക്കുക അല്ലേ? അല്ലേ? സന്തോഷമല്ലേ? അത് തീർച്ചയായിട്ടും നിങ്ങളെ കാണുമ്പോൾ അറിയാം. ഇത്രയും പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നാളെ ഇതിലും വരും. നമ്മുടെ ഇടവക ജനം മുഴുവൻ സന്തോഷത്താൽ, വചനത്താൽ, കൃപയാൽ നിറയപ്പെടും, അഭിഷേകത്താൽ നിറയപ്പെടും. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കേട്ടോ. അപ്പം പ്രിയപ്പെട്ട ദൈവജനമേ, ഇടവക സമൂഹമേ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. ഒരു ക്രൈസ്തവനായിരിക്കുന്നതിൽ, നമ്മൾ ക്രിസ്തുവിൻ്റെ അനുഗാമി ആയിരിക്കുന്നതിൽ സന്തോഷമുണ്ടോ? ചാരിതാർത്ഥ്യമുണ്ടോ? അഭിമാനമുണ്ടോ? ഒന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒന്ന് തലയിലൊന്ന് കുലുക്കിക്കേ. ഉണ്ടല്ലേ? എന്നാൽ അഭിമാനത്തോടെ കരങ്ങൾ ഉയർത്തി ഒരു 3 ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ക്രിസ്തീയ കുടുംബത്തിലെ അംഗമാകുവാൻ സാധിച്ചതിൽ നിങ്ങൾക്കും എനിക്കും ഒത്തിരിയേറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അഭിമാനവും സന്തോഷവും മാത്രം മതിയോ? നമുക്ക് മതിയോ? അത് നമ്മൾ ജീവിക്കണം. ജീവിച്ച് ക്രിസ്തുവിനെ നമ്മൾ പ്രഘോഷിക്കണം. മറ്റുള്ളവർക്ക് നമ്മൾ കർത്താവിനെ കൊടുക്കണം അല്ലേ? ആ ഒരു കർത്തവ്യമാണ് നമ്മളിലുള്ളത്. അതിന് ഒന്നും കൂടെ ആഴപ്പെടാൻ, കേട്ടതും കണ്ടതും അനുഭവിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ ഒന്നിലൂടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അതിലൊന്നുകൂടെ അഭിഷേകപൂർണ്ണരാകാൻ വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നല്ലേ? തീർച്ചയായിട്ടും അതെ. അപ്പോൾ ഒരു ക്രൈസ്തവനായിരിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു ധാർമ്മികമായ തിരഞ്ഞെടുപ്പല്ല എന്ന് നമുക്കറിയാം. മറിച്ച് ഇന്ന് ആശയങ്ങളുടെ അല്ലെ പല കാര്യങ്ങളുടെ ഉന്നതിയിലാണ് ലോകം, നമ്മളെല്ലാവരും അതെ. പക്ഷേ ഉന്നതമായൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലുമല്ല നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. മറിച്ച് ഒരു നമ്മുടെ ജീവിതത്തിന് മാർഗനിർദ്ദേശവും അതുപോലെ ഉറപ്പും എല്ലാം നൽകുന്ന ഒരു ജീവിത സംഭവമായിട്ടല്ല, ഒരു വ്യക്തിയുമായിട്ടുള്ള കണ്ടുമുട്ടലാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആ വ്യക്തി മറ്റാരുമല്ല, മറിച്ച് കർത്താവായ ഈശോയാണ്, ക്രിസ്തുവാണല്ലേ? അല്ലേ? അതെയോ? ഈ ക്രിസ്തുവിനെയാണ് നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നത്. ക്രിസ്തുവിനെ നമ്മൾ സുവിശേഷത്തിലൊക്കെ നോക്കും പറയാം, പല വിധത്തിൽ പല രീതിയിൽ കണ്ടുമുട്ടിയവരുണ്ട്. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ ഇപ്രകാരമാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് സിസ്റ്റർ ഇവിടെ വായിക്കും, നമുക്കത് കേൾക്കാം, അറിയാമെങ്കിൽ കൂടെ പറയുകയും ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഒന്ന് ചങ്കത്ത് കൈവച്ച് പറഞ്ഞേ, ദൈവം എന്നെ അത്രമാത്രം സ്നേഹിച്ചു. ആരാണ് സ്നേഹിച്ചത്? ദൈവമാണ് സ്നേഹിച്ചത്. ആരെയാണ് സ്നേഹിച്ചത്? എന്നെയാണ് സ്നേഹിച്ചത്, എൻ്റെ കുടുംബത്തെയാണ് സ്നേഹിച്ചത്. ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട്, അത് ആഴപ്പെടണം. ആ വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കണം. ബെനഡിക്റ്റ് പാപ്പ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. ആ വചനത്തിൽ നമ്മൾ കണ്ടതും അത് തന്നെയാണ്. പിതാവായ ദൈവം നമ്മളെ എന്ത് ചെയ്തു? സ്നേഹിച്ചത് നിമിത്തമാണ് നമുക്ക് പുത്രനെ നൽകിയത്. അത് നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഇപ്രകാരം നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. വിശ്വസിക്കുന്നവന് ലഭിക്കുന്ന സമ്മാനമാണ് എന്ത്? നിത്യജീവൻ എന്ന് പറയുന്നത്. വിശ്വസിക്കുന്നവന് ലഭിക്കുന്ന സമ്മാനമാണ്. നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടുമോ?
കിട്ടുവോ? കിട്ടുവോ? കാരണം എന്താണ്? ഞാൻ ആരിലാണ് വിശ്വസിക്കുന്നത്? ക്രിസ്തുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം വിശ്വസിക്കുന്നവന് ലഭിക്കുന്ന സമ്മാനമാണ് എന്ത്? നിത്യജീവൻ. അപ്പം ദൈവം തൻ്റെ ഏകജാതനെ നൽകിയത് എന്തിനു വേണ്ടിയാണ്? ഈ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ്. വീണ്ടും നമ്മൾ വചനത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 46 മുതൽ 49 വരെയുള്ള തിരുവചനങ്ങളിൽ എങ്ങനെയാണ് നിത്യജീവനിലേക്ക് പോകേണ്ടത്, എങ്ങനെ എത്തിപ്പിടിക്കണമെന്ന് ആ വചനത്തിൽ പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 46 മുതൽ 49 വരെയുള്ള വചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. ആഴത്തിൽ കുഴികുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനാണ് അവൻ. വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരുന്നു. വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിതവന് തുല്യൻ. ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു, ഉടനെ അത് നിലം പതിച്ചു. ആ വീടിന്റെ തകർച്ച വലുതായിരുന്നു. നമ്മൾ തിരുവചനത്തിൽ കേട്ടത് എന്താണ്? 2 സദൃശ്യങ്ങളിലൂടെയാണ് ദൈവം ക്രിസ്തു നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കുന്നത്, അല്ലേ? പാറമേൽ പണിത വീടും ഉറപ്പില്ലാത്ത തറയിൽ പണിത, അത് മണൽപ്പുറത്ത് പണിത വീടും. 2 സദൃശ്യങ്ങളിലൂടെ എന്താണ് ദൈവം, അല്ലെ ക്രിസ്തു നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്? നമ്മൾ വചനത്തിലൂടെയൊക്കെ ഒത്തിരി കടന്നു പോകുന്ന വ്യക്തികളാണല്ലോ. അതായത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ജീവിതം, നമ്മുടെ ജീവിതം പടുത്തുയർത്തിയാൽ അവിടെ ഒന്നും സംഭവിക്കുകയില്ല. മറിച്ച് കാറ്റും കോളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ താഴെ വീഴാതെ അല്ലെങ്കിൽ അടിപതറാതെ മുന്നോട്ട് പോകുവാനുള്ള ശക്തി നമുക്ക് വചനത്തിന്മേൽ സൗധം, അതായത് ആത്മീയ സൗധം പടുത്തുയർത്തുന്നവർക്ക് സാധിക്കും. മറിച്ച് തറയിലാണ് അല്ലെങ്കിൽ മണലിന്മേലാണ് ഭവനം പണിയുന്നതെങ്കിൽ എന്താണ്? കാറ്റും കോളും ഉണ്ടാകുമ്പോൾ അത് തന്നെയാണ് അതിന് പറഞ്ഞിരിക്കുന്നത്, ശക്തിയായി ആഞ്ഞടിക്കുന്നു, മറിഞ്ഞു വീടുന്നു, തകർന്നു പോകുന്നു, പിന്നെ അവിടെ ഒന്നും ഇല്ല. അപ്പം നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അടിത്തറ പാകേണ്ടത്, അടിസ്ഥാനം ഉറപ്പിക്കേണ്ടത് വചനത്തിന്മേലാണ്. ഇതിലൂടെ നമ്മളോട് ഈ വചനത്തിലൂടെ ക്രിസ്തു വ്യക്തമാക്കി തരികയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മളൊക്കെ വീട് പണിയുന്നവരാണ്, വീട്ടിൽ താമസിച്ചവരാണ്, വീട് പണിയുന്നുണ്ട്, ഇപ്പോഴും വീട് പണിയുന്ന കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു വീട് പണിയണം അല്ലെങ്കിൽ കെട്ടിടം പണിയണം, പ്രത്യേകിച്ചും ചേട്ടന്മാരോടൊക്കെ ചോദിച്ചാൽ അറിയാം അതെങ്ങനെയാണ്, നമ്മളെങ്ങനെയാണ് വീട് പണിയുന്നത്? ചുമ്മാ പലയിടത്തും പോയി വീട് പണിയുവോ? ഇല്ല. വീട് പണിയുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യും? ആ സ്ഥലം നല്ലതാണോ എന്ന് നോക്കും, ഇവിടെ പണിയാൻ പറ്റുമോ എന്ന് നോക്കും, അല്ലേ? പല കാര്യങ്ങളും നോക്കിയിട്ട് എല്ലാം കൃത്യതയോടുകൂടി ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു വീട് പണിയാൻ തുടങ്ങുക. അപ്പോൾ അത് ഭൗതിക കാര്യമാണ്. എങ്കിൽ നമ്മുടെ ആത്മീയ കാര്യം എങ്ങനെയായിരിക്കണം? നമ്മൾ ഭൗതിക കാര്യങ്ങൾ ഇത്രയേറെ ശ്രദ്ധിക്കുകയും താല്പര്യപ്പെടുകയും അതിനായിട്ട് നമ്മളെ തന്നെ മറ്റുള്ളവരെ അറിയാവുന്നവരെ വിളിക്കും, നമ്മൾ തന്നെ ചിന്തിക്കും, ഈ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയായിരിക്കണം? ഈശോ അതാണ് ഇവിടെ പറഞ്ഞു തരിക. നമ്മൾ ദൈവവചനത്തിന്മേല് നമ്മുടെ ക്രിസ്തീയ ജീവിതം, പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം പടുത്തുയർത്തണം. അതായത് നമ്മുടെ വിശ്വാസ ജീവിതം ഉറപ്പും ബലിഷ്ഠവുമായിരിക്കണം, ഉറപ്പുള്ളതായിരിക്കണം. ജീവിതത്തിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നു, ആരുടെയെങ്കിലും പ്രിയപ്പെട്ടവരുടെ മരണമായിരിക്കട്ടെ, അല്ലെങ്കിൽ രോഗങ്ങളായിരിക്കട്ടെ, അല്ലെങ്കിൽ പെട്ടെന്നൊരു തകർച്ചയായിരിക്കട്ടെ, ജീവിതത്തിലെ എന്തെങ്കിലും ക്ലേശങ്ങളായിരിക്കട്ടെ, പരാജയമായിരിക്കട്ടെ, ഈ സന്ദർഭങ്ങളിലൊക്കെ തകർന്നു വീഴാതെ ഉറപ്പോടെ നിൽക്കണമെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ ക്രൈസ്തവ ജീവിതം ഉറപ്പുള്ളതായിരിക്കണം, ബലിഷ്ഠമായിരിക്കണം. അത് പണിയേണ്ടത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇതിനകത്ത് ഒന്നും കൂടെ നമുക്ക് കേൾക്കാം. അതിനകത്ത് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 47-ാം തിരുവചനം ഒന്നും കൂടെ ഒന്ന് വായിക്കാം നമുക്ക്. എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. അപ്പോൾ അവിടെ 3 കാര്യങ്ങളാണ് ഈ വചനത്തിൽ പറയുന്നത്. എൻ്റെ വചനം, അതായത് യേശുവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആദ്യം പറഞ്ഞതിനകത്ത് അടുത്തു വരണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിൻ്റെ അടുത്ത്, ഈ സക്രാരിക്ക് മുൻപിൽ അല്ലെങ്കിൽ ഈ ദേവാലയത്തിൽ നിങ്ങൾ വന്നിരിക്കുകയാണ്. അടുത്തു വരണം, വചനം കേൾക്കണം, വചനം അനുസരിക്കണം. ഈ 3 കാര്യങ്ങളാണ് നമ്മളോട് ഈശോ പറയുക. ഒന്നാമതായിട്ട് എന്ത് ചെയ്യണം? അടുത്ത് വരണം. രണ്ടാമത്
വചനം കേൾക്കണം. മൂന്നാമത് വചനം കേട്ട് അനുസരിക്കണം. നമ്മൾ തിരുവചനത്തിൽ തന്നെ കാണുന്നുണ്ട്, വചനം കേട്ട് അനുസരിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയുമെന്ന്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനം കേൾക്കാൻ വന്നു, വചനം കേൾക്കുന്നു. അതുപോലെ വചനാനുസൃതമായി നമുക്ക് ജീവിക്കാനുള്ള ഒരു കൃപയും അഭിഷേകം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? പരിശുദ്ധാത്മാവിനോട് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കേൾക്കുന്ന ഓരോ വചനങ്ങളും എന്നെ സ്പർശിക്കണം, എൻ്റെ ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങണം, വചനത്തിൻ്റെ ഫലം നമുക്ക് ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക. വചനം കേട്ടാൽ, വചനം അനുസരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അവിടെ സമറായ സ്ത്രീയുടെ കഥ നമുക്കറിയാം, അല്ലേ? നട്ടുച്ചയ്ക്ക് എന്ത് ചെയ്തു? കിണറ്റിൻകരയിൽ ആരുമില്ല എന്നോർത്ത് അവൾ എന്ത് ചെയ്യുക? വെള്ളം കോരാൻ വരികയാണ്. അപ്പോഴാണ് അവിടെ ഒരാളിരിക്കുന്നു. അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശുവാണെന്ന് മനസ്സിലായില്ല. പക്ഷേ യേശു ആയിട്ടുള്ളൊരു സംവാദം നടത്തുകയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അല്ലേ? അവസാനം അവൾ ആരായി മാറി? വചനപ്രഘോഷകയായി. അവൾ കൊണ്ടുവന്ന കുടമോ വെള്ളം കോരാൻ വന്ന കാര്യമോ ഒന്നും അവൾ മനസ്സിൽ ഓർത്തില്ല. മറിച്ച് എന്ത് ചെയ്തു? ഈശോയെ കേട്ട്, ഈശോയെ കണ്ട്, ഈശോയെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഓടുകയാണ്. കയ്യിലിരുന്ന കുടവും വെച്ചിട്ടവള് ഓടുകയാണ് ഈശോയെ കൊടുക്കാൻ, ഈശോയെ പ്രഘോഷിക്കാൻ. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോമോസിന്റെ കഥ നമുക്കറിയാം, അല്ലേ? ആരും കാണരുതെന്നോർത്ത് എപ്പോഴാ വന്നത്? രാത്രിയിലാ, അല്ലേ? വൈകുന്നേരങ്ങളിലാ വന്നത്. എന്നിട്ട് ഈശോയോട് ചില സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോഴാണ് വചനം ഈശോയുടെ അടുത്ത് വന്ന് വചനം കേട്ട് വചനം പ്രാവർത്തികമാക്കിയാൽ എന്താ? അവരുടെയൊക്കെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ അനുഭവം, അതിൻ്റെ ഫലമായിട്ടുള്ള ഒരു മാറ്റവും സംഭവിക്കുകയാണ്. അപ്പോൾ അതാണ് വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിത പ്രതിസന്ധികളെ നേരിടാൻ, കാറ്റും കോളും ഇളക്കവും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കുവാനുള്ള അഭിഷേകം ഈ അടിയുറച്ച ദൈവവചനത്തിന്മേൽ പണിയുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. മറ്റൊന്നുമല്ല, മറിച്ച് നമ്മുടെ വിശ്വാസ ജീവിതമാണ്. അതായത് നമ്മുടെ ജീവിതം നങ്കുരമിട്ടുറപ്പിക്കേണ്ടത് എവിടെയാണ്? ഞങ്ങൾ പറയും റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെടുക, ക്രിസ്തുവിൽ പണിതുയർത്തപ്പെടുക. നമ്മൾ കൊളോസ്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട്. 2-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്കത് കാണാം. വായിക്കാമുള്ളത് കൊളോസോസ് 2:6-7. കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചുകൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശത്തിൽ മുഴുകുവിൻ. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും, അതായത് ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെട്ടും അവനിൽ പടുത്തുയർത്തപ്പെട്ടും എന്ത് ചെയ്യണം? നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കും. നമ്മളെല്ലാവരും മാമോദീസ സ്വീകരിച്ചപ്പോൾ എന്ത് സ്വീകരിച്ചു? നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, നമുക്ക് വിശ്വാസം ലഭിച്ചു. പിന്നീട് മറ്റു കുദാശകളെല്ലാം സ്വീകരിച്ചപ്പോഴും നമുക്ക് അത് തന്നെയാണ് ലഭിച്ചത്. ഈ വിശ്വാസത്തിൽ നമ്മൾ ദൃഢത പ്രാപിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഒന്നും സംഭവിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവത്തെ ചാരി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു സംഭവം ഇതാണ് വരുന്നത്. ഒരിക്കലും ഒരു മകൻ പറയുകയാണ്, കല്യാണമൊക്കെ കഴിച്ചു, വിദേശത്താണ് ജോലി, ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി അവിടെയാണ്, 2 കുട്ടികളൊക്കെയായി. ഭാര്യ തിരിച്ചു വന്നു കഴിഞ്ഞ് വീട്ടിൽ താമസിക്കുകയാണ്. മകന് മിക്കവാറും അവധി കിട്ടുമ്പോഴൊക്കെ നാട്ടിൽ വരാറുണ്ട്. പിന്നീട് അവർ തമ്മിൽ ബന്ധങ്ങളിൽ ഒരു വിള്ളലുണ്ടാകുകയാണ്. പരസ്പരം ഒന്നിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകുകയാണ്. എന്നിട്ട് ഇവർ വേറെ ധ്യാന കേന്ദ്രത്തിൽ പോയി, അങ്ങനെ 2 പേരും പിരിഞ്ഞു വന്ന അവസ്ഥയായാലും അവിടെ ഒന്നിക്കുന്നൊക്കെ അവസ്ഥ വന്നു. എങ്കിലും വീണ്ടും പിന്നീട് എന്ത് ചെയ്തു? ഇവർ തമ്മിൽ, അതായത് ഭാര്യ ഈ മകൻ്റെ മാതാപിതാക്കൾക്കെതിരായി കേസ് കൊടുക്കുന്നു, ഇവനെതിരായി കേസ് കൊടുക്കുന്നു. അപ്പം ഇങ്ങനെ ഒത്തിരിയേറെ വിഷമസന്ധികളിലൂടെ ഈ മകൻ കടന്നു പോവുകയാണ്. അവൻ വിദേശത്താണ് ജോലിയെങ്കിലും ജീസസ് യൂത്തിലെ അംഗമാണ്. എല്ലാം പ്രാർത്ഥിച്ചും ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ മകനോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ഒന്ന് കടന്നു പോകാൻ പറ്റുന്നതെന്ന്. അപ്പോൾ മകൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ദൈവം എല്ലാം കാണുന്നു, ദൈവത്തിനെല്ലാം അറിയാം. പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കൊച്ചുകുട്ടികളെ, അടുത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയല്ലേ സഹോദരനെ നോക്കിട്ടെന്ന് പറയാം, ദൈവം എല്ലാം കാണുന്നു, ദൈവം എല്ലാം അറിയുന്നു എന്നൊന്ന് പറഞ്ഞേ. നമ്മുടെ ജീവിതത്തിലുണ്ട് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഇല്ലേ? വിഷമം പ്രയാസവും ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഉണ്ട്. ദൈവമെല്ലാം കാണുന്നു. നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് എടുത്ത് നോക്കുക. സങ്കീർത്തനങ്ങൾ 139 എല്ലാം
കാണുന്ന ദൈവം. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാം, എന്തേ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒന്നും കാണാത്തത്, ഒന്നും അറിയാത്തത്, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത് സംഭവിക്കുന്നു, അല്ലെ എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ചോദിക്കാം, നമ്മൾ ചിന്തിക്കാം. അപ്പം നമ്മൾ ദുഃഖത്തിലാകാം, പല വികാരത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലാനുള്ള സാധ്യതയുണ്ട്, എന്നാൽ അടുക്കാനുള്ള സാധ്യതയും അതിനകത്തുണ്ട്. അപ്പോൾ എല്ലാം കാണുന്ന ദൈവം, അതാണ് സങ്കീർത്തനങ്ങൾ 139 കാണുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, ഞാനിവിടെ പറയുന്നില്ല. ഇനി പഴയ നിയമത്തിലേക്ക് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അവിടെയും അബ്രാഹത്തിന്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും അറിയാം. അബ്രാഹത്തെ പറ്റി പറയുന്നത് എന്താണ്? വിശ്വാസികളുടെ പിതാവാണ്. ഈ വിശ്വാസമാണ് നമുക്ക് തലമുറയായി പകർന്ന് ഇന്ന് വരെ എത്തി നിൽക്കുന്നത്, അല്ലേ? അപ്പം വിശ്വാസത്തിൽ ഉറപ്പുള്ള വിശ്വാസം നമുക്ക് ലഭിച്ചു. അതുപോലെ ജോബിന്റെ ജീവിതത്തിലേക്ക് നോക്കാം. ജോബിന്റെ പുസ്തകത്തിൽ 1:21 പറയുന്നുണ്ട്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തിന്റെ നാമം. അപ്പം നമുക്ക് കരങ്ങളോടെ ഉയർത്തി ഒന്ന് പറയാമോ? എൻ്റെ ജീവിതത്തിലേക്ക് ഇന്നേ വരെ ദൈവം നൽകിയ കഷ്ടനഷ്ടങ്ങൾ, സുഖദുഃഖങ്ങൾ, വിജയ പരാജയങ്ങൾ, ഇതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടായിരുന്നു. എല്ലാം ദൈവം കാണുന്നുണ്ട്. കരമുയർത്തി ഒരു 3 ഹല്ലേലൂയ പറയാവോ? ഓക്കെ, എല്ലാം ദൈവം കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലേ? കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. എല്ലാം കാണുന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ വരികയില്ലായിരുന്നു. വരുമായിരുന്നോ? തീർച്ചയായിട്ടും ദൈവം കാണുന്നുണ്ട്. അതിൻ്റെ സന്തോഷവും അതിൻ്റെ അഭിമാനവും അതിൻ്റെ ചാരിതാർത്ഥ്യവും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് എനിക്കറിയാം. വിശുദ്ധ അംബ്രോസ് എങ്ങനെയാണ് പറയുന്നത്? ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭമാണ് വിശ്വാസം. അതുപോലെ എല്ലാ പുണ്യങ്ങളുടെയും ഉറവിടമാണ് വിശ്വാസം. വിശ്വാസം എന്നുള്ളത് എന്താണെന്ന് നമുക്കറിയാം. നമ്മൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ടാകും. അതുകൊണ്ടാണ് സിസ്റ്റർ കൂടുതലായിട്ട് വചനത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പറയുന്നത്. വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കണ്ണടച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാനും, ക്രിസ്തു പറയുന്നത്, വചനം പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ആഴത്തിലേക്ക് കടക്കാനും ഒക്കെ നമുക്ക് എളുപ്പമാകും. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ വിശ്വാസത്തിൻ്റെ നിർവചനം. എവിടെയാ മക്കളെ? ഈ കൊച്ചുങ്ങളോട് ചോദിക്കാം. ഇവരൊക്കെ വേദാടം കഴിഞ്ഞിരിക്കുന്ന എവിടെയാ വിശ്വാസത്തെക്കുറിച്ച് ലേഖനങ്ങളിൽ പറയുന്നത്? ലേഖനത്തിൽ എവിടെയാ പറയുന്നത്? ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വിശ്വാസം എന്നത് പറഞ്ഞോ, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. 2 കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നല്ലേ. ഉറപ്പ്, എന്തിന്റെ ഉറപ്പാ? പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഈ ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? വിശ്വാസമുണ്ടോ? ഉണ്ടോ? അടുത്തിരിക്കുന്നവരോടൊന്നോട് ചോദിച്ചേ, ഉറപ്പുണ്ടോ? വിശ്വാസമുണ്ടോ? ചോദിച്ചും കേട്ടും മടുത്തു പോകും, അല്ലേ? മടക്കിയല്ലോ കേട്ടോ. അങ്ങനെയാണ് നമ്മൾ വളരുന്നത്. എങ്ങനെയാണ് വളരുന്നത്? ആഴപ്പെട്ട് തന്നെയാണ് നമ്മൾ വളരേണ്ടത്. അപ്പോൾ ഈ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം വരികയാണ്. നിങ്ങൾക്കെല്ലാം ഒരു പക്ഷേ അറിയാവുന്നതായിരിക്കും. ഒരു കൊച്ചു കുഞ്ഞ് തൊട്ടിയിൽ, അല്ലേ, ഇപ്പം തൊട്ടിലാണോ കിടത്തുന്നത്? തൊട്ടിലിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ പപ്പ അവിടെ ഇല്ല. പെട്ടെന്ന് ആ വീടിനൊരു തീ പിടിക്കുകയാണ്. ഇത് കേട്ടിട്ടുണ്ട് നിങ്ങൾ, എന്നാലും ഓർത്ത് നോക്കിക്കേ. അപ്പോൾ തീ പിടിച്ച് പുകയുകയാണ്. അപ്പോൾ കൊച്ചു മുകളിൽ, വേറെ ആരും വീട്ടിലില്ല. അപ്പോൾ കൊച്ചു കുഞ്ഞിന് അങ്ങനെ എഴുന്നേറ്റ് ചാടി എഴുന്നേക്കാം, എന്നാലും വഴിയൊന്നും കാണാനും ഒരു സാഹചര്യമൊന്നുമില്ല. അപ്പോൾ പപ്പ താഴെ നിന്ന് പറയുകയാണ് കണ്ടിട്ട്, എൻ്റെ മകനെ നീ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് 2-ാം നിലയിൽ നിന്ന് അങ്ങോട്ട് ചാടിക്കോ എന്ന് പറയുകയാണ്. അന്നേരം മോൻ എന്ത് പറഞ്ഞു? എൻ്റെ അപ്പനെ എനിക്ക് കാണത്തില്ല, അപ്പൻ അവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, സ്വരം മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, കേൾക്കാൻ പറ്റുന്നുള്ളൂ. അപ്പച്ചൻ എന്ത് പറഞ്ഞു? മോനെ, നിനക്ക് എന്നെ കാണത്തില്ലെങ്കിലും എനിക്ക് നിന്നെ കാണാം, നീ ചാടിക്കോ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? മോൻ എടുത്ത് ചാടി ആരുടെ കയ്യിൽ ചെന്ന് വീണു? അപ്പൻ്റെ കയ്യിൽ ചെന്ന് വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും എങ്ങനെയാ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ, പുകയും തീയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവപിതാവ് നമ്മളോട് പറയുകയാണ്, പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട സഹോദര, കൊച്ചുങ്ങളെ, നിങ്ങൾ പേടിക്കേണ്ട, എൻ്റെ കയ്യിലേക്ക് എടുത്ത് ചാദിക്കോ. ദൈവാനുഗ്രഹം എൻ്റെ കയ്യിലുണ്ട്, ദൈവാനുഭവം എൻ്റെ കയ്യിലുണ്ട്, ദൈവിക ശക്തി എൻ്റെ കയ്യിലുണ്ട്, വചനം എൻ്റെ കയ്യിലുണ്ട്, രോഗശാന്തി എനിക്കുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണം അത് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളൊന്ന് എടുത്ത് ചാടിക്കേ, ധൈര്യത്തോടെ ചാട്, വിശ്വാസത്തോടെ ചാട്, എനിക്ക് തരാൻ പറ്റും. അതാണ് അബ്രാഹാം പറഞ്ഞത്. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 8-ാം തിരുവചനം നമുക്കറിയാം. മോറിയ മലമുകളിലേക്ക് തൻ്റെ മകനെ ബലി കഴിക്കാനായി കൊണ്ടുപോകുന്ന ഒരു അബ്രാഹത്തെ, ഒരു പിതാവിനെ നിങ്ങൾ കാണ്. ഭൂമിയിലെ പൂഴി പോലെ എന്ത് ചെയ്യും? മക്കളെ കൊടുക്കാം. ആകാശത്തിലെ നക്ഷത്രജാലങ്ങളെ പോലെ
മക്കളെ കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു വാഗ്ദാനം മുന്നിൽ നിൽക്കെ തന്നെ സ്വന്തം ഏക മകൻ, ഒരേ ഒരു മകൻ, അത് പ്രായാധിക്യത്തിൽ അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ ഉണ്ടായ ഒരു കിട്ടിയ മകനാണ്. ഈ മകനെ ബലി കഴിക്കാൻ പറയുമ്പോൾ അപ്പൻ എന്താണ് ചെയ്തത്? അബ്രാഹാം എന്താണ് ചെയ്തത്? ദൈവം പറഞ്ഞതനുസരിച്ച്, ദൈവത്തിന്റെ വചനമനുസരിച്ച് മറ്റൊന്നും ചോദ്യം ചെയ്യാതെ എന്ത് ചെയ്തു? ദൈവം തന്റെ ഏകമകനെ ബലി കഴിക്കാൻ പറഞ്ഞുവെങ്കിൽ ഇതാ ഞാൻ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അപ്പൻ തന്റെ കുഞ്ഞിനെയും ഒരുക്കിക്കൊണ്ട് വിറകും തീയും ഒക്കെ ആയിട്ട് പോകുമ്പോൾ മകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പാ, വിറകുണ്ട്, തീയുണ്ട്, ബലിമൃഗം എവിടെ? ബലിമൃഗം എവിടെ? അപ്പൻ എന്ത് പറഞ്ഞു? അപ്പൻ എന്താണ് പറഞ്ഞത്? ദൈവം തരും. നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ ജീവിത സാഹചര്യങ്ങളില് വിറകും തീയും ഒക്കെ കൊണ്ടുപോകുമ്പോൾ, അല്ലെ എല്ലാം ഒരുക്കിയിരിക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ദൈവം തരും, ദൈവം എന്നെ വഴി നടത്തുമെന്നുള്ളത്? ഇതാണ് നമ്മുടെ വിശ്വാസം. ഈ വിശ്വാസമാണ് നമുക്ക് തലമുറ തലമുറയായി കൈമാറി കിട്ടിയത്. പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, ഇതാണ് നിങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. നമ്മൾ ഈ ദേവാലയത്തിൽ, ഇടവക ദേവാലയങ്ങളിലൊക്കെ വരുമ്പോൾ, മറ്റു സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്കായി പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് മറ്റൊന്നുമല്ല, മറിച്ച് ഈ വിശ്വാസത്തിലുള്ള ആഴപ്പെടുത്തലാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. നമ്മുടെ ഉള്ളിലൊരു തീ ഉണ്ടാകണം, നമ്മുടെ ഉള്ളില് ജ്വലിക്കണം. വചനത്താല്, വിശ്വാസത്താല്, കൃപയാല്, അഭിഷേകത്താല് നമ്മൾ ജ്വലിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അബ്രാഹത്തെ പോലെ. അബ്രാഹം ഇന്ന് ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വചനമെടുത്തു. ഞങ്ങൾക്ക് കിട്ടിയ വചനം എന്താണെന്നറിയാമോ? ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം. നീ അനുഗ്രഹിക്കപ്പെടും, നിന്നിലൂടെ ഭൂമുഖം മുഴുവൻ അനുഗ്രഹമാകും. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഞങ്ങളിലൂടെ ഈ ഇടവക സമൂഹം അനുഗ്രഹിക്കപ്പെടും, ഈ ഇടവക സമൂഹത്തിലൂടെ ഈ പ്രദേശം മുഴുവൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണത്തിനായിട്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. അങ്ങനെ തലമുറ തലമുറ കൈമാറി നമുക്ക് കൊടുക്കേണ്ട ഒന്നാണ് വിശ്വാസം. ഈ വിശ്വാസം ഒരിക്കലും ക്ഷയിച്ചു പോകാൻ പാടില്ല, മറിച്ച് എന്ത് ചെയ്യണം? അത് നമ്മൾ പകർന്നു കൊടുക്കണം. മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി, താല്പര്യത്തോടുകൂടി എന്ത് ചെയ്യും? പകർന്നു കൊടുക്കും. പഠിപ്പിക്കേണ്ട കാര്യങ്ങളിൽ, അല്ല ജോലി സാധ്യതകൾ നേടേണ്ട കാര്യങ്ങളിൽ, മറ്റേതെല്ലാം തലങ്ങളിൽ നമുക്ക് പറ്റുമോ ആവത് നമ്മൾ ചെയ്യും. ക്രൈസ്തവ വിശ്വാസത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? എനിക്ക് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ പോകുന്നുണ്ട്. ഈ ഉറപ്പ്, ആ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. വീണ്ടും നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകുകയാണെങ്കിൽ, നമ്മളൊരു പൂർവ്വ യോസേപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? കേട്ടിട്ടുണ്ടോ? ആരാ പൂർവ്വ യോസേപ്പ്? ആരാണെന്നറിയാലേ? ജോസഫ് അല്ലേ? ഈജിപ്തിലേക്ക് തൻ്റെ സഹോദരന്മാരെ പറഞ്ഞു വിട്ടല്ലേ? പറഞ്ഞു വിട്ടു എന്നല്ല, ഒരു നല്ല രീതിയിലാണ് പറഞ്ഞു വിട്ടത്. ഇന്ന് നമ്മളെയൊക്കെ മക്കളെയൊക്കെ കെട്ടിച്ചു വിടുന്ന പോലെ അങ്ങനെയാണോ വിട്ടത്? അതെയോ? സന്തോഷത്തോടെയാണ് വിട്ടത്? മർദ്ദിച്ച് കുഴി തല്ലുകയാണ് ചെയ്തത്. അവിടുന്ന് പിന്നെ എന്ത് ചെയ്തു? അവരെടുത്തോണ്ട് പോയി. പക്ഷേ ജോസഫ് എന്തായി മാറി? കഷ്ടനഷ്ടങ്ങളിലൂടെ, ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്ന് അവൻ ആരായി മാറി? അവൻ ഈജിപ്തിലെ അധിപതിയായി മാറി. അങ്ങനെയിരിക്കെ നാട്ടിലെങ്ങും ക്ഷാമം. ജോസഫ് ദൈവത്തിന്റെ മനുഷ്യനായിരുന്നു, ദൈവത്തിന്റെ പുത്രനായിരുന്നു, ദൈവത്തോട് ചേർന്ന് നിന്നവനായിരുന്നു. അതുകൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു? സ്വപ്നത്തിലൂടെ എല്ലാം മനസ്സിലായി. അങ്ങനെ ഈ ജോസഫിന്റെ അടുത്തേക്ക് ചരിത്രം അറിയാം, കഥയറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സഹോദരങ്ങൾ കടന്നു വരികയാണല്ലേ? സഹോദരങ്ങൾ ആദ്യം വന്നു, വേണ്ടതൊക്കെ അവർക്ക് കൊടുത്തു. പക്ഷെ അതിനകത്ത് ഇച്ചിരി ജോസഫിനെ ഇവരെ ഒന്ന് പിടിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ? വീണ്ടും വരികയാണ്. എന്നിട്ട് എന്താണ് ചെയ്തത്? രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അവസാനം അവർ കണ്ടുമുട്ടുമ്പോൾ ജോസഫിന് അടക്കാൻ പറ്റുന്നില്ല. സഹോദരങ്ങളെ, ഇവരെന്റെ ജ്യേഷ്ഠന്മാരാണ്, എന്നെ പറഞ്ഞു വിട്ടവരാണല്ലേ, എന്നോട് മർദ്ദിച്ചവരാണ്, പീഡിപ്പിച്ചവരാണെന്നൊന്നും ജോസഫ് അവിടെ പറയുന്നില്ല. പറയുന്നുണ്ടോ? എല്ലാം പറഞ്ഞിട്ട്, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ദൈവമാണ്, നിങ്ങളൊന്നുമല്ല എന്നോട് ഇത് ചെയ്തത്. ആരാണ് ഇത് ചെയ്തത്? ദൈവം. നിങ്ങൾക്ക് വേണ്ടി ദുഃഖ ദുരിതങ്ങളിലൂടെ, കഷ്ടനഷ്ടങ്ങളിലൂടെ ആരെന്നെ ഇങ്ങോട്ട് അയച്ചു? ദൈവം ഇങ്ങോട്ട് അയച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം, ഈ ദുഃഖ ദുരിതങ്ങളിലൂടെ, വിഷമങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, വിജയപരാജയങ്ങളിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നത് ആരാ? എൻ്റെ
ദൈവം തന്നെയാണ്. അത് മറ്റൊരാളുടെ ഉയർപ്പിന് വേണ്ടി, അല്ലെ മറ്റൊരു ദേശത്തിൻ്റെ ഉയർപ്പിന് വേണ്ടി, അല്ലെ മറ്റൊരു സമൂഹത്തിൻ്റെ ഉയർപ്പിന് വേണ്ടി, അല്ലെ എൻ്റെ കുടുംബത്തിൻ്റെ ഉയർപ്പിന് വേണ്ടി ദൈവം എനിക്ക് വച്ചിരിക്കുന്നതാണെന്ന് പറയാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം എനിക്ക് തന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളെയും ജീവിതത്തിലെ പ്രതിസന്ധികളെയും വിഷമങ്ങളെയും ഓർത്ത് ഒരു 3 ഹല്ലേലൂയ പറഞ്ഞേ. സിസ്റ്റർ എന്തിനാ ഇപ്പോൾ ഈ 3 എണ്ണം പറയിപ്പിക്കുന്നത് അല്ലേ? എന്തിനാ 3 എണ്ണം പറയിപ്പിക്കുന്നത്? 3-ന് പല പ്രത്യേകതകളുണ്ടില്ലേ? ഇല്ലേ? ഒന്നുമില്ലേ? 3 പരിശുദ്ധ ത്രിത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നിങ്ങൾ ഓർക്കണം, അപ്പൊ പരിശുദ്ധ ത്രിത്വത്തെ ഓർക്കണം. 3 എന്ന് പറയുമ്പോൾ ത്രിത്വത്തിന്റെ കൂട്ടായ്മയോട് ചേർന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. തിരുക്കുടുംബത്തിൽ എത്ര പേരുണ്ട്? 3 അല്ലേ? അപ്പൊ 3-ന് വലിയ പ്രത്യേകതകളുണ്ട്. അതൊരു എന്നതാ പൂർണ്ണതയുടെ നമ്പരുമാണ്. അപ്പം നമ്മളത് അതിൽ കൂടുതൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് 3 പറഞ്ഞങ്ങ് നിർത്തുന്നതേ ഉള്ളൂ. നമുക്ക് എത്ര വേണേലും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇനിയും പഴയ നിയമത്തിലെ പല പ്രവാചകരിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ പറയുന്നില്ല, കാരണം അതിനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട്. പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടക്കാവുന്ന പരിശുദ്ധ അമ്മയിലേക്ക്. കാരണം ഈ കാലയളവ് എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ് നമുക്ക് ഈശോയെ സമ്മാനിച്ചതല്ലേ. പരിശുദ്ധ അമ്മയുടെ ഒരു ആമേൻ പറച്ചിലാണ്. എന്തേ ജീവിതത്തിൽ ആമേൻ പറഞ്ഞപ്പോൾ എന്തായി? നമുക്കൊരു രക്ഷകനെ, ക്രിസ്തുവിനെ നമുക്ക് ലഭിച്ചില്ലേ? ഇല്ലേ? ജീവിതത്തിൽ പല ആമേനുകളും പറയാൻ നമുക്ക് അവസരങ്ങൾ കിട്ടാറുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കേണ്ട, കാരണം അത് കുറച്ച് നീണ്ടതാണ്. നമുക്കറിയാമല്ലേ മംഗളവാർത്തയിൽ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വരികയാണ്, ചോദിക്കുന്നുണ്ട്, അഭിവാദനമൊക്കെ ചെയ്തിട്ട് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. അപ്പം അമ്മ പറയുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ലൂക്കാ 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് വരും. സംശയങ്ങളൊക്കെ ചോദിച്ചെല്ലാം പറഞ്ഞു. അമ്മ അവസാനം ഒരു വാക്ക് പറയുന്നുണ്ട്, 1:38 നമുക്കറിയാമെങ്കിലും സിസ്റ്റർ നമുക്ക് വേണ്ടി വായിക്കുമെന്ന്. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മ ഒരു വാക്ക് പറഞ്ഞല്ലേ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. വാക്ക് നിറവേറാൻ അപ്പം അമ്മയെല്ലാം ഒരു സമർപ്പണമായിരുന്നത്. സമ്പൂർണമായിട്ട് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക? സമർപ്പിക്കുക. ഒരു നിമിഷം നമ്മുടെ ചങ്കോട് ചേർത്ത കൈ ഒന്ന് വെച്ചിട്ട് എന്നെയും എൻ്റെ ജീവിതത്തെയും പരിശുദ്ധ അമ്മയോട് ചേർന്നൊന്ന് സമർപ്പിച്ച് അമ്മയെ പോലെ പറയാമോ? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി അല്ലെങ്കിൽ ദാസൻ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി അല്ലെങ്കിൽ ദാസൻ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഈ വചനത്തിന്റെ അഭിഷേകം പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ. എല്ലാവരിലും ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാക്ക് നമ്മളിൽ നിറവേറട്ടെ. 1:37 നാം കാണുന്നുണ്ട്, അമ്മ പറയുന്നുണ്ട്, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അതല്ലേ വിശ്വാസം? ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒന്നും ദൈവത്തിന് അസാധ്യമല്ല. എല്ലാം സാധ്യമാണ്, എല്ലാം സാധ്യമാണ് ദൈവത്തിന്. വിശ്വസിക്കുന്നവൻ്റെ കൂടെ നടക്കാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചവരാണ് ആര്? അല്ലെങ്കിൽ അവൻ്റെ സ്വരം കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് ആര്? ആരാണ്? നമ്മൾ ആരില്ല വിശ്വസിക്കുന്നത്? ക്രിസ്തുവിൽ, യേശുവിൽ വിശ്വസിക്കുന്നല്ലേ. അപ്പം അപ്പസ്തോലന്മാർക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് എന്ത്? ക്രിസ്തുവിനോടൊപ്പം നടക്കാൻ, കൂടെ നടക്കാൻ ഭാഗ്യം. കൂടെ നടക്കാനും കാണാനും കേൾക്കാനും സ്പർശിക്കാനും ഒക്കെ ഭാഗ്യം സിദ്ധിച്ചവരാണ് അപ്പസ്തോലന്മാര്. 1 യോഹന്നാൻ 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോടുകൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ്. ഞങ്ങൾ ഇതെഴുതുന്നത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ്. അപ്പോൾ എന്താണ് യോഹന്നാൻ ശ്ലീഹ അവിടെ പറയുക? ഞങ്ങൾ കേട്ടു, സ്വന്തം കണ്ടുകൊണ്ട് കണ്ടു,
സൂക്ഷിച്ച് വീക്ഷിച്ചു, കൈകൾ കൊണ്ട് സ്പർശിച്ചു. ഈ വചനത്തെ പറ്റിയാണ് നിങ്ങളോട് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്, പ്രഖ്യാപിക്കുന്നത്. ഈശോയെ കേട്ടു, ഈശോയെ കണ്ടു, സൂക്ഷിച്ചു വീക്ഷിച്ചു, കൈകൊണ്ട് സ്പർശിച്ചു. അതായത് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് കർത്താവിനെ കാണാൻ, കേൾക്കാൻ, അറിയാൻ, അനുഭവിക്കുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചവരാണ് അപ്പസ്തോലന്മാര്. അവരിൽ നിന്ന് കൈമാറി കിട്ടിയതാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ ജീവിതം, നമ്മുടെ ക്രൈസ്തവ ജീവിതം, അല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. അപ്പൊ കേൾക്കാനും കാണാനും അനുഭവിക്കുവാനും രുചിക്കുവാനുള്ള ഭാഗ്യം അന്ന് അപ്പസ്തോലന്മാർക്ക് ലഭിച്ചുവെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും എനിക്കും ഈ ഒരു ഭാഗ്യമുണ്ട്, ഇല്ലേ? എങ്ങനെയാണ് നമ്മൾ ഇന്ന് കർത്താവിനെ കേൾക്കുന്നത്, കർത്താവിനെ കാണുന്നത്, കർത്താവിനെ അനുഭവിക്കുന്നത്, കർത്താവിനെ സ്വന്തമാക്കുന്നത്? എങ്ങനെയാണ്? വിശുദ്ധ കുർബാനയിലൂടെ. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. അപ്പം ദിവ്യകാരുണ്യത്തില് നമ്മളെല്ലാ ദിവസവും ബലിയർപ്പണത്തിനായി, ബലിയിൽ പങ്കുചേരാനായി ഞായറാഴ്ചകളിലും മറ്റ് ദിവസങ്ങളിലുമൊക്കെ ഇവിടെ വരുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കേണ്ടത്? നാം കാണുന്നുണ്ട്, വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കാണുന്നു, ദൈവകുമാരനെ കാണുന്നു, ദൈവപുത്രനെ കാണുന്നു, കേൾക്കുന്നു, വചനം വായിക്കുന്നുണ്ട്. കുർബാന മധ്യേ പല ഞായറാഴ്ചകളിലാണെങ്കിൽ കൂടുതൽ സമയമുണ്ട്, മറ്റു ദിവസങ്ങളിലാണെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ വചനം കേൾക്കുന്നുണ്ട്. അപ്പസ്തോലന്മാരുടെ പ്രഘോഷണവുമുണ്ട്, വചനത്തിൽ, സുവിശേഷത്തിൽ നിന്നും കേൾക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ സ്പർശിക്കണം, ഇതൊക്കെ നമ്മൾ കാണുകയാണ്, കേൾക്കുകയാണ്. അതുപോലെ വചനം വ്യാഖ്യാനിച്ച് കിട്ടുന്നുണ്ട് നമുക്ക്, ഇല്ലേ? തന്നെയുമല്ല, കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ വചനം വായിക്കുന്നില്ലേ? എല്ലാ വീട്ടിലും കുടുംബ പ്രാർത്ഥനയുണ്ടോ? സിസ്റ്റർമാരൊക്കെ എല്ലാ വീട്ടിലും കടന്നതാ കേട്ടോ. ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നു, ഈ വർഷം സമയം കിട്ടാത്ത കാരണം വന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ വന്നതാ. വചനം വായിക്കുന്നില്ലേ? കുറച്ച് സമയമെങ്കിലും നമ്മൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ വചനം വായിക്കണം. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടുകയാണ്. ആ വചനം നമ്മൾ സ്വന്തമാക്കണം, ആ വചനത്തിൻ്റെ അഭിഷേകം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ദൈവത്തെ കാണുന്നു, കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, സ്വന്തമാക്കുന്നു, അല്ലേ? അപ്പോൾ ആ ഒരു അനുഭവം നമുക്കുണ്ടാകണം. ഞാൻ ഓർക്കുകയാണ്, കോവിഡ് കാലം എന്ന് നമുക്കറിയാം, അല്ലേ? ആരും പുറത്തിറങ്ങാത്ത, അല്ലേ? 5 പേര് തമ്മിൽ ഒരു പൊതുസമൂഹത്തിൽ വരുമ്പോൾ എത്ര പേരെ ഒന്നിച്ച് വരാവുള്ളൂ? 5 പേരിൽ കൂടുതൽ പാടില്ല. അതുപോലെ പള്ളികളൊക്കെ അടയ്ക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നല്ലേ? എന്നിട്ടും ചിലയിടത്തൊക്കെ വിശുദ്ധ കുർബാന വെച്ചെങ്കിൽ അത് പുറത്തു നിന്നൊക്കെ കണ്ടാണ് കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഈ ഒരു അർജന ജോർജ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്യാൻസർ ബാധിതയായിരുന്നു. 27ാമത്തെ വയസ്സിലാണ് എനിക്ക് ആ കൊച്ചു മരിച്ചു. പക്ഷേ അവളൊക്കെ ഈ കോവിഡ് കാലത്ത് ഭയങ്കരമായ ക്യാൻസറിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, എനിക്ക് ഈശോയെ സ്വീകരിക്കണം, എനിക്ക് ഈശോയെ സ്വീകരിക്കാതെ പറ്റില്ല, ദിവ്യകാരുണ്യം സ്വീകരിക്കണം, നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? എന്തി ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണ്. കുർബാനയുടെ ശക്തി നമുക്ക് വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അറിയാം. മറ്റു ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കുമ്പോഴും വിശുദ്ധ കുർബാന കൊണ്ട് ജീവിതങ്ങള്, വർഷങ്ങള് തങ്ങളുടെ ജീവിതത്തെ ശക്തിയായി കൊണ്ടുപോയവരുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ഭക്ഷണവും ഇല്ലാതെ പോയവരുണ്ട്. അപ്പോൾ അത്രയേറെ വിശ്വാസം അവർക്ക് പരിശുദ്ധ കുർബാനയിൽ ഉണ്ടായിരുന്നു. വചനത്തിൽ, അതായത് ദൈവത്തിൻ്റെ വചനത്തിൽ, ദൈവത്തിൻ്റെ അപ്പത്തിൽ, സ്വർഗത്തിൽ നിന്ന്, ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈ അപ്പത്തിൽ അത്രമേലെ വിശ്വാസമുണ്ടായിരുന്നു, അഭയം പ്രാപിച്ചു. അപ്പം ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാതെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാനുള്ളൊരു അഭിവാഞ്ച, ഒരു ആഗ്രഹം ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളോടും പറയുകയാണ്, നമുക്ക് പറ്റുമ്പോഴൊക്കെ, സാധിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുക? പ്രിയപ്പെട്ട കുട്ടികളൊക്കെ എന്ത് ചെയ്യുക? സ്കൂൾ അടച്ചു, വേദപാഠ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു, അമ്മ വീട്ടിൽ പോകണമായിരിക്കും, അപ്പം വീട്ടിൽ പോകണമായിരിക്കും, അവിടെ പോകണമായിരിക്കും, കല്യാണം ഉണ്ടായിരിക്കും, മറ്റു ആഘോഷങ്ങൾ ഉണ്ടായിരിക്കും, എന്തും ഉണ്ടാകട്ടെ, നമുക്ക് ഒരു പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ സാധിക്കുന്നെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹവും അഭിഷേകവും അത്ഭുതവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും എല്ലാം അവിടെ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ എന്ത് ചെയ്യുക? സമയം കണ്ടെത്താൻ നോക്കുക. ഇവിടെ എനിക്കറിയാം, ഞാനിവിടെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്, 3-4 വർഷം ഇവിടെ ഉണ്ടായിരുന്നു പലതവണയായിട്ട്. ഈ ചേട്ടന്മാരൊക്കെ പരിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും സംബന്ധിക്കുന്നുണ്ട്. ഇവിടെ ചേച്ചിമാരൊക്കെ സംബന്ധിക്കുന്നവർ ഇതിനകത്തുണ്ട് എന്ന് എനിക്കറിയാം. അപ്പം നമുക്ക് നിയമാവർത്തനം 4:7 പറയുന്ന ഒരു വചനം, നിയമാവർത്തനം 4:7, ദൈവം നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ഇത്രയടുത്തുള്ള, അല്ലെങ്കിൽ ഇത്രയടുത്തുള്ള ദൈവം ഇത്രയടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വസിക്കാം. നമ്മളൊന്ന് വിളിച്ചാൽ മതി,
ആര് വരും? ജെറമിയ 31:3 പറയുന്നുണ്ട്, നിങ്ങൾ വിളിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം അരുളും. വിളിച്ചാൽ ദൈവം എന്ത് ചെയ്യും? ഉത്തരം തരും. ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, പെട്ടെന്ന് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു സിസ്റ്റർ പറയുകയാണ്, അവരെ നോർത്ത് ഇന്ത്യയിലാണ്. അപ്പം നോർത്ത് ഇന്ത്യയിൽ നമുക്കറിയാം, നമ്മളെപ്പോലെ ഈ മലയാളം ഒന്നും പറയാൻ പറ്റില്ല, ഒന്നെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജസ് നമ്മൾ പഠിക്കണം. അങ്ങനെ ഇരിക്കുക ഒരിക്കൽ പെട്ടെന്നൊരു യൂത്തിൻ്റെ ഒരു കൺവെൻഷൻ കാര്യങ്ങളുണ്ടായപ്പോൾ അച്ഛൻ സംഘടിപ്പിക്കുന്ന ആൾ സിസ്റ്ററിനോട് പറഞ്ഞ് പെട്ടെന്നൊരു ഒരു ചെറിയൊരു മെസ്സേജ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം കൊടുക്കേണ്ട ഭാഷ വേറെയാ. അപ്പോൾ സിസ്റ്റർ പെട്ടെന്ന് ഓർത്ത് എന്താ ചെയ്യുന്നത്, സ്റ്റേജിൽ കയറുന്ന വഴിക്ക് സിസ്റ്റർ പറഞ്ഞു, ഓ പരിശുദ്ധാത്മാവേ, വിളിക്കണം മക്കളെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ. ഓ പരിശുദ്ധാത്മാവേ, ഓ ദൈവമേ, ഓ ക്രിസ്തുവേ, കടന്നു വരണമെന്ന് പറയണം. നമുക്ക് വരും, ഇറങ്ങി വരും. കാരണം ദൈവത്തിന് ഇറങ്ങി വരാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഇടയിലേക്ക് വരും. എത്ര പ്രാവശ്യം ജീവിതത്തിൽ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില വീടുകളുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കേൾക്കാം പരിശുദ്ധാത്മാവേ എന്നല്ല, മറ്റു പല ഭാഷകളും മറ്റു പല ശബ്ദങ്ങളും മറ്റു പല കാര്യങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ മുഴങ്ങാറുണ്ട്. അത് ഇന്നുകൊണ്ട് എന്ത് ചെയ്യുക? അവസാനിപ്പിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ദൈവത്തിന്റെ സ്വരം അവിടെ മുഴങ്ങി കേൾക്കുകയുള്ളൂ. ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ കുടുംബങ്ങളിൽ അഭിഷേകത്തിന്റെ ശബ്ദമായി മാറുകയുള്ളൂ. മറ്റെല്ലാം പോകണം, മറ്റെല്ലാം മാറണം. എന്നെങ്കിലും എൻ്റെ ഭാര്യയ്ക്കെതിരായിട്ട്, എൻ്റെ ഭർത്താവിനെതിരായിട്ട്, എൻ്റെ അമ്മായിയമ്മയ്ക്കെതിരായിട്ട്, എൻ്റെ അമ്മായിയപ്പനെതിരായിട്ട്, അല്ലെ എൻ്റെ പ്രായമുള്ള മാതാപിതാക്കൾക്കെതിരായിട്ട് നമ്മൾ ശബ്ദിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളിൽ പ്രവർത്തിക്കുവാനും നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുവാൻ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ സ്വരത്തിന് ഇന്ന് വരെ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഇറ്റ്സ് ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നിർവീര്യമാകട്ടെ നമ്മുടെ കുടുംബത്തിലെ തിന്മയുടെ ശക്തികൾ, പൈശാചിക ബന്ധനങ്ങൾ. ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ സ്വരം, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരട്ടെ. അതായിരിക്കട്ടെ ഈ വലിയൊരാഴ്ചയിൽ നമ്മുടെ ദൈവത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സമ്മാനം. മറ്റൊന്നും കൊടുക്കേണ്ട, മറ്റൊരു സമ്മാനവും ആവശ്യമില്ല. നമ്മൾ ഭൗതികമായ കാര്യങ്ങളിലാണ് ഒരു സമ്മാനം മേടിച്ച് പൊതിഞ്ഞു കെട്ടിക്കൊടുക്കുക. അത് ആവശ്യമായിരിക്കും ഒരു പക്ഷേ അതിലും അപ്പുറത്ത് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വിലയായിട്ട്, സന്തോഷമായിട്ട്, ഒരു അനുഗ്രഹമായിട്ട് കൊടുക്കുന്ന നമ്മുടെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും. അതാണല്ലോ അബ്രാഹത്തോട് ദൈവം പറഞ്ഞത് ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ, നീ അനുഗ്രഹിക്കപ്പെടും, നിന്നിലൂടെ ഭൂമുഖം മുഴുവൻ അനുഗ്രഹമായി തീരും. അനുഗ്രഹത്തിന്റെ മക്കളായി നമുക്ക് തീരണമെന്ന് ആഗ്രഹമുള്ളവർ രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ദൈവത്തിന്റെ അനുഗ്രഹം എന്നിലും എന്റെ കുടുംബത്തിലും നിറയണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങളുടെ കുടുംബം എല്ലാം ഇവിടെ ഇരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകിയിറങ്ങുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുക, വചനം നമ്മളെ സ്പർശിക്കുമ്പോൾ അതിന്റെ അനന്തരഫലം ഇവിടെ വരും. എൻ്റെ കുടുംബത്തില്, എൻ്റെ കുടുംബാംഗങ്ങളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അപ്പം നമുക്കറിയാം, ഇങ്ങനെ വിശ്വാസ ജീവിതത്തിന്റെ ആഴങ്ങളിൽ പോകണമെങ്കിൽ രണ്ട് കാര്യങ്ങളെ നമ്മൾ മുറുകെ പിടിക്കുക. ഒന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചു, ഒന്നിതാണ് ദൈവവചനം, രണ്ടും സൂചിപ്പിച്ചതാണ്. ഒന്ന് ദൈവത്തിന്റെ വചനം നമ്മൾ മുറുകെ പിടിക്കുക, മറ്റൊന്നാണ് കൂദാശപരമായ ജീവിതം. ഇത് രണ്ട് മുറുകെ പിടിക്കുമ്പോഴാണ് നമുക്ക് വിശ്വാസ ജീവിതത്തിൽ, ഉറപ്പുള്ള വിശ്വാസത്തിൽ, ബലിഷ്ഠമായ വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാനും അങ്ങനെ ജീവിത പ്രതിസന്ധികളിലോ ജീവിതത്തിന്റെ ഏത് കാര്യങ്ങളിലൂടെയാണെങ്കിലും കടന്നു പോകാൻ. ഇപ്പോഴത്തെ കാലഘട്ടം നമുക്കറിയാം, ക്രിസ്തീയ വിശ്വാസം ഒക്കെ എന്ന് പറയുന്നത് വെറും നാമമാത്ര ക്രിസ്ത്യാനികളായി മാറുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ വിശ്വാസമൊക്കെ ഉപേക്ഷിച്ചിട്ട് മറ്റു മതങ്ങളിലേക്ക് പോകുന്നതിന്, മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിന് ഇന്ന് മക്കൾക്ക് വേണ്ട, മുതിർന്നവർക്കും. ശരിയാണോ? ഞാൻ ഒരിക്കൽ ഒരു പെൺകുട്ടി പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. അവള് കല്യാണം കഴിക്കില്ല. നമുക്കറിയാലോ ഇപ്പോഴത്തെ യൂത്തിൻ്റെ ഇടയിലൊക്കെ വരുന്ന എല്ലാവരും ഞാൻ പറയില്ല, ചിലരെങ്കിലുമൊക്കെ പഠിക്കാൻ ബാംഗ്ലൂർ അല്ലെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. മക്കൾ കുറവാണ് ഇവിടെ. എന്തുകൊണ്ടാണ്? അവരൊന്നേ വിദേശത്തല്ലേ പോവുക, നന്നായിട്ട് പഠിക്കുകയെന്ന് നല്ല കാര്യങ്ങളിലൊക്കെയാണെന്നാണ് പ്രിയപ്പെട്ട പേരൻസ് വിചാരിച്ചിരിക്കുന്നത് അല്ലേ. ഒരു പരിധിവരെ നല്ല രീതിയിലായിരിക്കും, പക്ഷേ ചിലരൊക്കെ അവിടെ പോയിട്ട് ശരിയല്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയി, അപ്പോൾ അവള് ഒരു മതസ്ഥനുമായിട്ട് എന്ത് ചെയ്തു, സ്നേഹബന്ധത്തിലായി. എന്നിട്ട് അവളോട് ആ ബന്ധം ഉപേക്ഷിക്കണം, കാരണം നമ്മുടെ മതമല്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞൊരു വാക്കാണ്, എനിക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ല, കാരണം അവൻ്റെ സ്നേഹം,
അവൻ്റെ സ്നേഹം അത്ര വലുതാ. ഇത്രയും നാള് താലോലിച്ച് തീറ്റിപ്പോറ്റി വേണ്ടതെല്ലാം കൊടുത്ത് വളർത്തി വലുതാക്കി കഴിഞ്ഞപ്പോൾ അപ്പനെ വേണ്ട, അമ്മയെ വേണ്ട, അമ്മയും അപ്പനും കൊടുത്ത സ്നേഹത്തെക്കാൾ വലുതാരുടേതാണ്? എങ്ങോ കണ്ടുമുട്ടിയ ഒരു ചെറുക്കൻ്റെ സ്നേഹം, അല്ലെങ്കിൽ എങ്ങോ കണ്ടുമുട്ടിയ ഒരു പെണ്ണിൻ്റെ സ്നേഹം. എല്ലാം മറന്ന് അങ്ങോട്ട് പോകുക. ഇതൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. മക്കളെ പുറത്തേക്ക് വിടുമ്പോൾ, മക്കൾ പുറത്തു പോയില്ല, അകത്താണേലും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. മക്കൾക്കൊക്കെ കിട്ടിയ വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് ഈ കുടുംബ പ്രാർത്ഥനയൊക്കെ വേണം. നമ്മൾ പള്ളിയിൽ വരണം എന്നൊക്കെ പറയും. നമ്മൾ ചിട്ടയായ ഒരു നമ്മൾ ക്രൈസ്തവ ജീവിതം നയിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ചിട്ടയായ ക്രൈസ്തവ ജീവിതം. ആ ചിട്ടയായ ക്രൈസ്തവ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മറ്റു കാര്യങ്ങൾ നടത്തുന്ന പോലെ ഇതൊക്കെ നമുക്ക് വേണമെന്ന് നമ്മൾ വെക്കണം. ചില കാര്യങ്ങളൊക്കെ ഇപ്പം പ്രാർത്ഥന പിന്നീടാകാം, അല്ലെ മറ്റു സമയത്താകാം. ടി വിയിൽ ഒരു സീരിയലുണ്ട്, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യലാം? അത് കട്ട് ചെയ്തിട്ട് പ്രാർത്ഥനയൊന്നും ചിലപ്പോൾ നടത്തിയാൽ, അതൊക്കെ ചിലപ്പോൾ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യവും സന്നദ്ധതയും നമുക്കുണ്ടാകണം. അപ്പം വചനത്തിൽ വേരൂന്നിയ ഒരു ജീവിതം. നമുക്കറിയാം, വചനം എന്ന് പറയുന്നത് നിസ്സാര ഒരു പുസ്തകത്തിലെ വെറും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഈ ദൈവവചനം എന്ന് പറയുന്നത്. മറിച്ച് എന്താണിത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചതാ. അപ്പം വചനം വെറുമൊരു പുസ്തകത്താളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല. വചനം എഴുതപ്പെട്ടത് തന്നെ എങ്ങനെയാ? ദൈവത്താൽ പ്രചോദിതമായിട്ട് എഴുതപ്പെട്ട കാര്യങ്ങളാണ്. അത് സജീവമാണ്, ജീവദായകമാണ് എന്ന് നമുക്കറിയാം. അപ്പം ക്രിസ്തുമതം എന്നത് വചനത്തിൻ്റെ, ദൈവവചനത്തിൻ്റെ മതമാണ്. നിശബ്ദമായ വചനത്തിൻ്റെതല്ല, മറിച്ച് മനുഷ്യാവതാരം ചെയ്ത്. അതുകൊണ്ട് നമ്മൾ ദിവസേന കണ്ടുമുട്ടുന്നത്, വചനത്തെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ വ്യക്തിയെ, ക്രിസ്തുവിനെയാണ് കണ്ടുമുട്ടുന്നതെന്ന് മനസ്സിലാക്കാം. ആ ഒരു സജീവത, ആ ഒരു തീഷ്ണത നമുക്കുണ്ടാകണം. വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ട്, ഇല്ലേ? പറയും നമ്മൾ. അപ്പം വചനം വായിക്കണം. നമ്മൾ വചനത്തിൽ ആരെ കണ്ടുമുട്ടണം? ദൈവത്തെ കണ്ടുമുട്ടണം. ഇനി കുടുംബങ്ങളിലെ വചനമായ ഇല്ലെങ്കിൽ ഇന്നു മുതൽ എന്ത് തുടങ്ങുക? ഇച്ചിരി താമസിച്ചായിരിക്കും എന്ത് ചെല്ലുന്നത്. എന്നാലും എന്ത് ചെയ്യുക? ഒരു പാരഗ്രാഫെങ്കിലും വായിച്ചിട്ട് എന്ത് ചെയ്യുക? ഒന്നിച്ചിരുന്ന് വചനം വായിക്കുക. അതിൻ്റെ ഒരു അഭിഷേകം കുടുംബത്തിൽ കിട്ടും. ദൈവത്തിൻ്റെ സ്വരമാണ്, അത് നമ്മൾ കേൾക്കണം. നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. എന്നാലും അതൊക്കെ ഒന്നുകൂടെ ഊന്നി പറയുന്ന എന്തിനാ? ഇത് നമുക്ക് ആവശ്യമാണ്. ഇതില്ലാതെ നമുക്ക് മറ്റൊന്നും ഇല്ല. അപ്പം ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ഇന്നാണെങ്കിൽ മറ്റെല്ലാ സ്വരങ്ങളും പല വിധത്തിൽ പല രീതിയിൽ. ഇന്നിപ്പോൾ ആണെങ്കിൽ ഒരു മൊബൈൽ എടുത്ത് ഓൺ ചെയ്താൽ അങ്ങ് ദൂരത്ത് ഇരിക്കുന്നവരെ നമുക്ക് കാണാൻ, കേൾക്കാം, ഇല്ലേ? നമ്മൾ അതിന് സമയം കണ്ടെത്താറുണ്ട്, ചെയ്യാറുണ്ട്. അപ്പം ദൈവത്തിൻ്റെ വചനമൊക്കെ ഒന്ന് കേട്ട് അതിലേക്കൊന്ന് വരിക. ഇനി നമുക്ക് മഹാനായ വിശുദ്ധ അഗസ്റ്റീനസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? കേട്ടിട്ടുണ്ടോ? അഗസ്റ്റിനെ അറിയാവോ? ആരാണ് അഗസ്റ്റീനോസ് പുണ്യവാളൻ? ആരാ? ഒത്തിരി ധാർമ്മികമായ രീതിയിൽ, അല്ലെങ്കിൽ അധപ്പതിച്ചു എന്ന് പറയുന്ന ഒരു രീതിയിലേക്കൊക്കെ പോയ ഒരു വ്യക്തിയാണ്. പക്ഷേ ഒന്നുമല്ല, ഒരു കുഞ്ഞു വരെ ഉണ്ടായ ജീവിതത്തിൽ. അത് കഴിഞ്ഞ് മാനസാന്തരപ്പെട്ട് വലിയ വിശുദ്ധനായി മാറിയ ഒരു വ്യക്തി കേട്ടോ. അതുകൊണ്ട് പാപികളായിരിക്കുന്നവർക്കും എന്ത് ചെയ്യാം? മാനസാന്തരപ്പെട്ട് ദൈവവൈദങ്ങളായി വിശുദ്ധരായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അഗസ്തീനോസ് പുണ്യവാളൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന നാളെ ഇപ്പം വേണ്ട, നാളെ. ഇപ്പൊ ആ ലോട്ടറി ഒന്നും ഇല്ലെന്ന് തോന്നല്ലേ? ലോട്ടറിക്കാരാണ് പറയുന്നത് നാളെ എന്ന് പറയൂല്ലേ? പറയല്ലേ? നിങ്ങളൊക്കെ ലോട്ടറി എടുക്കാറുണ്ടോ ചേട്ടന്മാരെ? അപ്പം അങ്ങനെ അഗസ്റ്റീനോസ് എപ്പോഴും പറഞ്ഞപ്പം ലാസ്റ്റ് അഗസ്റ്റീനോസ് പുണ്യവാളൻ ഒരു സ്വരം കേൾക്കുകയാണ്, എടുത്തു വായിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എടുത്തു വായിച്ച വചനം ഇതാണ്, റോമാലേഖനം 13:11-14. എടുത്തു വായിച്ച സിസ്റ്റർ ജി. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. എടുത്തു വായിച്ചപ്പോൾ കിട്ടിയ ഭാഗം നമ്മൾ എങ്ങനെ പോകണം, ചില ഉപേക്ഷകള് ജീവിതത്തിൽ, ചില കാര്യങ്ങൾ ഉപേക്ഷിക്കണം. അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ വരും. അതുകൊണ്ട് ഞാൻ വ്യാഖ്യാനങ്ങളൊന്നും നൽകുന്നില്ല. നമ്മൾ ഉപേക്ഷിക്കേണ്ട വഴികൾ ഉപേക്ഷിച്ചാലേ പ്രകാശത്തിന്റെ വഴിയിൽ, അന്ധകാരത്തിന്റെ പ്രവർത്തികൾ ഉപേക്ഷിച്ച്
പ്രകാശത്തിന്റെ പ്രവർത്തികൾ, പ്രകാശത്തിന്റെ പാതയിൽ ചരിക്കാൻ. ഈശോ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഈശോയാകുന്ന പ്രകാശത്തിലേക്ക് നോക്കി നമ്മൾ ചരിച്ചാൽ അന്ധകാരമെല്ലാം മാറിപ്പോകും. നമുക്കറിയാം പത്രോസ് ശ്ലീഹ അല്ലേ, ഈശോയെ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ദുഃഖദുരിതത്തിൽ ഒരുക്കിയല്ല ഈശോ ഇങ്ങനെ അവസാന കാലം പബ്ലിക് ലൈഫിലല്ലേ, മിനിസ്ട്രിയിലൊക്കെ പോകുമ്പോൾ അവർ വെള്ളത്തിൽ പോകും. അന്നേരം ഈശോയാണെന്ന് കണ്ടപ്പോൾ പത്രോസ് എന്താ ചെയ്തു? വെള്ളത്തിലേക്ക് ചാടി നടക്കാൻ തുടങ്ങി. എങ്ങനെയാ നടന്നത്? ക്രിസ്തുവിന്റെ മുഖത്ത്, ഈശോയുടെ മുഖത്ത് നോക്കി പത്രോസ് നടക്കുകയാണ്. പത്രോസ് വെള്ളത്തിലാണ് നടക്കുന്നതെന്ന് പോലും ചിന്തയില്ല, അങ്ങ് നടന്നു നീങ്ങി ഈശോയുടെ മുഖത്ത് നോക്കി, ആ പ്രകാശത്തിൽ നോക്കി നടന്നു. ഒറ്റ കുഴപ്പമില്ലാതെ അങ്ങ് നടന്നു. നമുക്ക് പറ്റുമോ വെള്ളത്തിലൂടെ നടക്കാൻ? പക്ഷേ പത്രോസ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ എന്നാ ചെയ്തു? താഴോട്ട് നോക്കി. പത്രോസ് വെള്ളത്തിലൂടെ നടക്കുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ എന്തായി? പതുക്കെ താഴേക്ക് വീഴും, താഴേക്ക് പോകാൻ തുടങ്ങി. അപ്പം നമ്മൾ നോക്കി നടക്കേണ്ടത് ആരിലാണ്? എന്തിലാണ്? ക്രിസ്തുവിനെ നോക്കി ക്രിസ്തുവിലേക്ക് നടക്കുക. ക്രിസ്തുവിന്റെ വചനമായിരിക്കും, ദിവ്യകാരുണ്യമായിരിക്കും, കുദാശകളായിരിക്കും. നമ്മൾ ക്രിസ്തുവിലേക്ക് നോക്കുക, ക്രിസ്തുവിലേക്ക് നടക്കുക. ക്രിസ്തുവിലെത്തേണ്ടവരാണ് നമ്മൾ. ഈ ലാറ്റിൻ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, നമുക്കറിയാം ക്രിസ്തുവിൽ, ക്രിസ്തുവിനോടുകൂടി ക്രിസ്തുവിലായിരിക്കുക എന്നാണ് പറയുന്നത്. നമ്മുടെ കുർബാനയിലും അങ്ങനെ തന്നെ. ഞാൻ ലാറ്റിൻ കുർബാന പറഞ്ഞുകൊണ്ട് അങ്ങനെയല്ല, അവിടെയൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് ആ കുർബാനയുടെ പ്രാർത്ഥന പെട്ടെന്നൊരു മനസ്സിലേക്ക് വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ക്രിസ്തുവിൽ, ക്രിസ്തുവിനോടുകൂടി നമ്മൾ ക്രിസ്തുവിൽ ആയിരിക്കണം, ക്രിസ്തുവിൽ ചരിക്കുക. ഇനി നമുക്കറിയാം ഭാരതത്തിൻ്റെ 2ാമത്തെ അപ്പസ്തോലൻ ആരാണ്? ഫ്രാൻസിസ് സേവ്യർ അല്ലേ. ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിതത്തിൽ ഒരു വചനമുണ്ട്, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്കെന്ത് പ്രയോജനം? പാരീസ് സർവകലാശാലയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് പ്രയോജനം? ഉപേക്ഷിച്ചിട്ട് പോന്നു. നമ്മുടെ നാട്ടിൽ വന്നു, ഈശോയെ പ്രഘോഷിച്ചു കൊടുത്തു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം കേൾക്കണം, ദൈവവചനത്തിൻ്റെ വഴിയെ പോകണം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് നല്ലിടയൻ്റെ ഉപമ. നല്ലിടയൻ, ഈശോ പറയുന്നു എന്താ? ഞാൻ നല്ലിടയനാണ്, ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. മക്കളിലേക്കൊക്കെ നമ്മൾ നോക്കണം, ഈ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നുണ്ടോ? നമ്മൾ ശ്രവിച്ചാൽ നമ്മുടെ മക്കളും എന്ത് ചെയ്യും? ശ്രവിക്കും. അപ്പം എന്ന് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല എന്നുള്ളത്. ഇതിനൊക്കെ നമുക്കൊരു ചിട്ടയായ ജീവിതം വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി അപ്പസ്തോല പ്രവർത്തനം 22:14 നമുക്കൊന്ന് കേൾക്കാം. അനനിയ സാവൂളിനോട് പറയുന്ന കാര്യമാണ്. അപ്പസ്തോല പ്രവർത്തനം 22:14. അവൻ പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ ഹിതമറിയാനും നീതിമാനായവനെ ദർശിക്കാനും അവന്റെ അതിരത്തിൽ നിന്നുള്ള സ്വരം ശ്രവിക്കാനും നിന്നെ അവിടുന്ന് നിയമിച്ചിരിക്കുന്നു. അപ്പോൾ അനനിയാസ് പറയുന്നത് എന്താണ്? നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ ഹിതമറിയാനും നീതിമാനായവനെ ദർശിക്കാനും അവന്റെ അതിരത്തിൽ നിന്നുള്ള സ്വരം ശ്രവിക്കാനും. ഇവിടെ 3 കാര്യങ്ങളാണ്. ദൈവത്തിന്റെ സ്വരം കേൾക്കണം, ദൈവത്തെ ദർശിക്കുക എന്ന് വെച്ചാൽ കാണണം, ദൈവഹിതമറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് നമ്മളും ജീവിതം, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു ഉത്തമമായ, അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് അതുതന്നെയാണ്. ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക, ദൈവത്തെ കാണുക, ദൈവഹിതം അറിയുക. അതിനുവേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ വിളി അത് തന്നെയാണ്. ദൈവത്തെ കാണാനും കേൾക്കാനും അനുഭവിക്കുവാനും സ്വന്തമാക്കുവാനും. ഇതിനൊക്കെയാണ് ദൈവത്തിൻ്റെ സ്വരമാണ് തിരുവചനത്തിലൂടെ. വചനപ്രഘോഷണ വേളയിലൊക്കെ സംഭവിക്കുന്നത് എന്താ? നമുക്കറിയാം, ഹാളിലേക്ക് നമ്മൾ വരുമ്പോൾ, കൺവെൻഷനാകട്ടെ മറ്റു വചന കേന്ദ്രങ്ങളാകട്ടെ, എവിടെ പോയാലും വചനം കേട്ട് ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ എന്നാ ചെയ്യും? സൗഖ്യം കിട്ടും. എന്തുകൊണ്ടാണ് സൗഖ്യം കിട്ടുന്നത്? അത്രയും ദിവസം നമ്മൾക്ക് സൗഖ്യമില്ല. വചനം കേട്ട് കഴിഞ്ഞപ്പോൾ മിക്കവാറും ജീവിതങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. എന്താണ്? പാപത്തിൻ്റെ കെട്ടുകൾ അഴിയുന്നു, മനസ്സിൻ്റെ ഭാരം പോകുന്നു. അപ്പോഴെന്ത് ചെയ്യും? പാപത്തിൻ്റെ കെട്ടുകൾ അഴിയുകയും മനസ്സിൻ്റെ ഭാരം കുറയുകയും ചെയ്യുമ്പോൾ നമുക്ക് സൗഖ്യം ലഭിക്കുന്നു. അപ്പം നമുക്ക് ഈ വചനത്തിലൂടെയാണ് ലഭിക്കുന്നത്. വചനം കേൾക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് വചനം നമ്മുടെ കയ്യിലെടുത്താൽ ആരും നമ്മളെ കയ്യിലെടുക്കും? ദൈവം നമ്മളെ കയ്യിലെടുക്കും. എല്ലാ ദിവസവും വചനമൊക്കെ നമ്മുടെ ഒന്ന് കയ്യിലെടുക്കുക, ഒന്ന് ചേർത്ത് പിടിക്കുക, ഒരു ചുംബനമൊക്കെ കൊടുക്കുക അത്യാവശ്യം. അപ്പം ദൈവം നമ്മളെ എന്ത് ചെയ്യും? കയ്യിലെടുക്കും. വചനത്താൽ നമ്മൾ തീ പിടിക്കണം. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളുടെ പിതാവായ വിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഇങ്ങനെയാണ്. വചനം കേട്ട് കഴിഞ്ഞപ്പോൾ വചനം ഉണക്കപ്പുല്ലിന് തീ പിടിക്കുന്നത് പോലെയായിരുന്നു ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ. ഉണക്കപ്പുല്ലിന് തീ പിടിച്ചാൽ എങ്ങനെയിരിക്കും?
ആളിക്കത്തും അല്ലേ? ആളിക്കത്തിയല്ലേ? അതുപോലെയായിരുന്നു വചനം കേട്ടപ്പോൾ. വചനം കേട്ടു. ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. പള്ളിയിൽ പോയി മത്തിയാസിന്റെ തിരുനാൾ ദിവസം വചനം കേൾക്കുകയാണ്. അന്നേരം പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീ ഉപേക്ഷിക്കണം, രണ്ടുടുപ്പ് മതി, അത് മതി, ഇത് മതി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വചനം ഇത് ശരിയാണെന്നറിയാൻ വികാരിയച്ഛൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് തന്നെ, അത് നീ അത് തന്നെ. ദിസ് ഇസ് വാട്ട് ഐ വാണ്ട്, ദിസ് ഇസ് വാട്ട് ഐ സീക്ക്. ഇതാണ് ഞാൻ അന്വേഷിക്കുന്നത്, ഇതാണ് ഞാൻ തേടുന്നത്, എനിക്കിത് മതി. അവൻ അപ്പനെ അമ്മയൊക്കെ ഉപേക്ഷിച്ച് എന്ത് ചെയ്തു? വചനമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. മറ്റൊന്നും ആഗ്രഹിച്ചില്ല. കുരിശിന്റെ ചുവട്ടിൽ പോയിരുന്ന ദിനരാത്രങ്ങൾ, വർഷങ്ങൾ ധ്യാനിച്ചു. ഇന്ന് രണ്ടാം ക്രിസ്തുവായി മാറിയെങ്കിൽ വചനം തീപിടിച്ചതാ ജീവിതത്തിൽ. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം. എമ്മാവോസിലേക്ക് പോയ ശിഷ്യന്മാര് വചനം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ ഹൃദയം ജ്വലിച്ചു. അവര് മ്ലാനവദനായിരുന്നു, ദുഃഖിതരായിരുന്നു. കാരണം എല്ലാം ആകാം. സബദി പുത്രന്മാർ പറഞ്ഞു, ഇടത്തും വലത്തും ഒക്കെ ഞങ്ങളെ നിരുത്താവോ, അല്ല സ്ഥാനമാനങ്ങൾ കിട്ടും, അതും ഇതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് പോയിട്ട് അവസാനം എല്ലാം നഷ്ടപ്പെട്ടവരായി, നഷ്ടധൈര്യരായി, ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് ജെറൂസലേമിൽ വിട്ടവര് പോകുകയാണ്. സഹനത്തിന്റെ വഴി വിട്ടവര് പോകുകയാണ്. അപ്പോൾ അതിന്റെ ഇടത്തേക്ക് ഈശോ കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് വ്യാഖ്യാനിച്ചു കൊടുത്തുവല്ലോ, ഒന്നും മനസ്സിലായില്ല. പക്ഷെ അപ്പം മുറിച്ചപ്പോഴാണ്, ദിവികാരുണ്യമാകുന്ന അപ്പം സ്വീകരിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അത് യേശുവായിരുന്നു. അപ്പോൾ അവർ പറയുകയാണ്, വചനം വ്യാഖ്യാനിച്ച് തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? നമ്മുടെ ഹൃദയം ജ്വലിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഒന്ന് പറഞ്ഞ് ചങ്കത്ത് കൈവച്ച്, ദൈവമേ ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം ജ്വലിപ്പിക്കണമേ. ഒരു 3 പ്രാവശ്യം നിങ്ങളൊന്ന് അവിടെ ഇരുന്ന് പറഞ്ഞ്, ദൈവമേ ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം ജ്വലിപ്പിക്കണമേ. ദൈവമേ ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം ജ്വലിപ്പിക്കണമേ. വചനത്താൽ എൻ്റെ ഹൃദയം ജ്വലിക്കട്ടെ, വചനത്താൽ എൻ്റെ ആത്മാവ് ജ്വലിക്കട്ടെ, വചനത്താൽ എൻ്റെ ജീവിതം ജ്വലിക്കട്ടെ, വചനത്താൽ എൻ്റെ കുടുംബം ജ്വലിക്കട്ടെ, വചനത്താൽ എൻ്റെ ശുശ്രൂഷ മേഖലകൾ ജ്വലിക്കട്ടെ. ഞാൻ എവിടെയും ആകട്ടെ, കടയിലാകാം, ഓഫീസുകളിലാകട്ടെ, മറ്റു സ്ഥലങ്ങളിലാകട്ടെ, പറമ്പിലാകട്ടെ, കൃഷിയിടങ്ങളിലാകട്ടെ, എവിടെയായാലും വചനം കേട്ട് വചനത്താൽ നമ്മുടെ ഹൃദയം ജ്വലിക്കട്ടെ. നമുക്ക് ഒത്തിരി വചനങ്ങളൊന്നും പറയാൻ ഒരുപക്ഷെ പറ്റിയെന്നിരിക്കില്ല. മറിച്ച് നമുക്ക് ഈശോയുടെ നാമം പറയാം. ദൈവമേ അങ്ങയുടെ വചനം, ദൈവമേ എന്ന് വിളിച്ചാൽ മതി. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു ചിന്ത ഇതാണ്. ഒരിക്കലും ഒരു കർഷകന് എല്ലാ ദിവസവും പണിക്ക് പോകുമ്പോൾ ആ പോകുന്ന വഴിക്ക് ഒരു പള്ളിയുണ്ട്. പള്ളിയിൽ കയറി പ്രാർത്ഥിക്കും, തിരിച്ചു വരുമ്പോഴും പ്രാർത്ഥിക്കും. അപ്പോൾ വികാരിച്ചൻ കണ്ട് ഈ മനുഷ്യൻ എന്നും എന്ത് ചെയ്യുന്നുണ്ട്? പോകുമ്പോഴും വരുമ്പോഴും പോകുന്ന വഴിയിൽ ഉള്ള ദേവാലയത്തിന്റെ അകത്ത് കയറി എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ ഈ വികാരിയച്ഛന് ആ മനുഷ്യനോട് ചോദിച്ചു, നീ എന്നാ എല്ലാ ദിവസവും ഈ പ്രാർത്ഥിക്കുന്നത്? എല്ലാ ദിവസവും പോകുമ്പോഴും വരുമ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അന്നേരം പറഞ്ഞു ആ മനുഷ്യൻ, എനിക്ക് ഒത്തിരി പ്രാർത്ഥിയെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുന്ന ഇതാണ്, നിങ്ങൾ 3 ഞങ്ങൾ 3, എന്നെ അനുഗ്രഹിക്കണേ. പിടികിട്ടിയോ? നിങ്ങൾ 3 പേരാ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഞങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? ഞങ്ങൾ 3. പ്രിയപ്പെട്ട അപ്പച്ച, പ്രിയപ്പെട്ട അമ്മച്ചി, സഹോദരങ്ങളെ, വന്ന് ദേവാലയത്തിന് മുന്നിലൂടെ കടന്നു പോകുന്നില്ലേ പല പ്രാവശ്യം? പറഞ്ഞാൽ മതി. ഞങ്ങളുടെ വീട്ടില് 4 പേരായിരിക്കും, 5 പേരായിരിക്കും. പറയണം, നിങ്ങൾ 3 ഞങ്ങൾ 7, നിങ്ങൾ 2, നിങ്ങൾ 3 ഞങ്ങൾ എത്രയാ? എത്രയാണെങ്കിൽ വീട്ടിൽ എത്ര പേരുണ്ട് അത്രയും പറയും. അത് മതിയെന്നേ. അത് വലിയ പ്രാർത്ഥനയാണ്. നമ്മൾ ഓർക്കരുത്, ഈ സിസ്റ്റർമാർ പറയുന്ന പോലെ അല്ല ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതെല്ലാമാണ് പ്രാർത്ഥന. ഏറ്റവും വലിയ പ്രാർത്ഥന ഹൃദയത്തോട് സംസാരിക്കുന്നതാണ്, സ്നേഹം പങ്കിടുന്നതാണ്. നമുക്കറിയാമല്ലോ, പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരെ, അപ്പച്ചൻ അമ്മച്ചിമാരെ, നിങ്ങൾ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തന്നോ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന്? പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞോ? ഭാഷകൾ വരുവാ അല്ലേ? നോൺ വെർബൽ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ വരികയാ. ഒരു ഭാഷയും വേണ്ട. നമ്മുടെ ദൈവത്തോട്, പ്രിയപ്പെട്ട ദൈവത്തോട്, നമ്മുടെ പ്രിയപ്പെട്ട ഈശോയോട്, നമ്മുടെ എല്ലാം ആയവനോട് നമുക്ക് സംസാരിക്കാൻ പ്രത്യേക വാക്കുകളൊന്നും വേണ്ട. നോക്കിയാൽ മതി, ചിരിച്ചാൽ മതി, പുഞ്ചിരിച്ചാൽ മതി. അതിനകത്തെല്ലാം ഉണ്ട്. സങ്കടങ്ങളുണ്ടെങ്കിൽ ഒന്ന് കനച്ചു കാണിക്കുക, സന്തോഷങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചിരിക്കുക, നന്ദി പറയുക. കർത്താവേ എല്ലാത്തിനും നന്ദി. ഒത്തിരി വാക്കൊന്നും വേണ്ടെന്നേ പ്രാർത്ഥിക്കാൻ. ഹൃദയത്തോട് കൊടുത്താൽ മതി, അവിടെ എല്ലാം കിട്ടും. ഇതിൻ്റെ അത് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ പറയണം. കുറച്ച് സമയം ദൈവത്തിന് വേണ്ടി കൊടുക്കണം. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത് പോലെ, ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി കൊടുക്കുന്നത് പോലെ കൊടുക്കണം. കുടുംബത്തിൽ സമയം കൊടുക്കണം നമ്മൾ തീർച്ചയായിട്ടും. അങ്ങനെയാ കുടുംബജീവിതം സന്തുഷ്ടമാകുന്നത്, സമാധാനപൂർണ്ണമാകുന്നത്, സംതൃപ്തമാകുന്നത്. അതുപോലെ തന്നെ നല്ല ദൈവത്തിനും അവിടുന്ന് സ്വീകരിച്ച് നമ്മുടെ ഈശോയുടെ ജീവിതത്തിലെ നോക്കിക്കേ. ഈശോ എന്താണ് ചെയ്തത്? പകല് മുഴുവൻ അധ്വാനിച്ചിട്ട് രാത്രി മുഴുവൻ പിതാവുമായിട്ട് സംവദിക്കുക, സംഭാഷണം നടത്തുക, ആ സ്നേഹം സ്വീകരിച്ച സ്നേഹത്തെയാണ് എന്ത് ചെയ്യുന്നത്? പങ്കുവെച്ചു കൊടുക്കുന്നത്. ഇതൊന്നും പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. ആ സാന്നിധ്യം, ആ സ്നേഹം നമുക്ക് മതി. അതുകൊണ്ട് എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ, പാപബന്ധനങ്ങൾ നിർവീര്യമാകട്ടെ, വചനത്തിന്റെ ശക്തിയാലും നമ്മൾ അഭിഷേചിതരാകട്ടെ. നിലനിൽക്കുന്ന ഒരു അഭിഷേകം നമ്മളിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അപ്പം തീപിടിക്കുന്ന വചനം പോലെ ഫ്രാൻസിസിന്റെ ജീവിതത്തെ മാറ്റിയെങ്കിൽ നമ്മുടെ ജീവിതത്തിനെയും മാറ്റുവാനും വചനത്തിന് സാധിക്കും.
സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്: സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്തയാണ് ക്രിസ്തു ജനിച്ചു വന്നത്, മനുഷ്യാവതാരം. ഇപ്പോൾ നമ്മൾ നോമ്പുകാലത്തിന്റെ അവസാന കാലഘട്ടത്തിലായിരിക്കുമ്പോൾ സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്തയാണ് എന്ത്? ക്രിസ്തു നമുക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച് മരിച്ചുവെന്നും അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടുവെന്നും 3-ാം നാൾ അവന് ഉയർത്തെഴുന്നേറ്റുവെന്നത് നമുക്കറിയാമല്ലോ. അപ്പസ്തോല പ്രവർത്തനം ആദ്യ അധ്യായങ്ങളിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്ന് വരെ പേടിച്ച് ഭീരുക്കളായിട്ടിരുന്ന പത്രോസും പത്രോസും സ്ലിഹന്മാരും ഒക്കെ എന്താണ് ചെയ്തത്? നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്, നിങ്ങൾ പീഡിപ്പിച്ച ക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. അവൻ കുരിശിൽ മരിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവൻ എന്ത് ചെയ്തു? 3 ദിനങ്ങൾക്ക് ശേഷം ഉത്ഥാനം ചെയ്തു. ഈ ഒരു വിശ്വാസം, അപ്പൊ ക്രിസ്തു മരിച്ചു ഉയർത്തു. നമ്മുടെ ജീവിതത്തിലും ചില മരണങ്ങളൊക്കെ സംഭവിക്കും, പക്ഷെ അവിടെ ഒരു ഉത്ഥാനമുണ്ട്. ഉത്ഥിതനായ ഈശോ, ആ ഈശോയാണ് സമാധാനവും രക്ഷയും നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ആ ഉത്ഥിതനാണ് നമ്മോടൊപ്പം ഉള്ളത്, രക്ഷകൻ. ആ ഓശാനയുടെ ഓർമ്മയിൽ നമ്മൾ ആചരിക്കുമ്പോൾ തുടർന്നുള്ള ദിനങ്ങൾ വലിയ ആഴ്ചയുടെ ആ ആത്മീയതയൊക്കെ നമ്മൾ ആവഹിച്ചെടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ സഹനങ്ങൾ ഏറ്റെടുത്ത നമുക്ക് വേണ്ടി രക്ഷ നേടിത്തരുവാൻ വേണ്ടി ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച പിതാവിൻ്റെ തിരുഹിതത്തിന് തന്നെ പൂർണ്ണമായി സമർപ്പിച്ച ദൈവഹിതത്തിന് തന്നെ അടിയറ വച്ച ദൈവപുത്രനോട് ചേർന്ന് നിന്ന് നമുക്കും പറയാൻ സാധിക്കണം, ജീവിക്കാൻ സാധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ വചനത്തിൻ്റെ പ്രത്യേകിച്ച് ആ പീഡാനുഭവ ഭാഗങ്ങളൊക്കെ വീട്ടിൽ ചെന്നിരുന്നൊന്ന് വായിക്കുന്നത് നല്ലതാണ്. വചനത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാ? നമുക്കിതിനൊക്കെ ശക്തി എവിടുന്നാ ലഭിക്കുന്നത്? എവിടുന്ന? റോമാലേഖനം 9:6 നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് പറയുന്നു. റോമ 9:6. അതുപോലെ യേശയ്യാ പ്രവചനം 55:10-11 വചനങ്ങളിൽ പറയുന്നുണ്ട്: മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരുന്നില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. ആദ്യ റോമാലേഖനത്തിൽ നമ്മൾ കണ്ടു, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. യേശയ്യാ പ്രവചനത്തിൽ നമ്മൾ കാണുകയാണ്, മഴയും മഞ്ഞും ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് വരുന്നത് മടങ്ങിപ്പോകുന്നില്ല, മറിച്ച് എന്ത് ചെയ്യുന്നു? ഭൂമിയെ നനയ്ക്കുന്നു. എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനവും അങ്ങനെ തന്നെയാണ്, ഫലരഹിതമായി അത് പോകുന്നില്ല. ഇന്ന് നിങ്ങൾ കേട്ട ഓരോ വചനങ്ങളും ഫലദായകമാണ്, ഫലം പുറപ്പെടുവിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത് ഫലമുണ്ടാക്കും. ഈ മംഗളാരം ഇടവകയിൽ വചന ശ്രവണത്തിന് ശേഷം ഫലമുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഒരു വചനവും പറയാമോ? ഒരു വചനവും പരാജയപ്പെട്ടിട്ടില്ല, ഫലരഹിതം ആയിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് ദൈവം പതിപ്പിച്ചു തന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഫലദായകമാകും, ഫലം പുറപ്പെടുവിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം കേട്ടായിരുന്നു ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 46 മുതൽ 49 വരെയുള്ള തിരുവചനങ്ങളിൽ 2 സദൃശ്യങ്ങളിലൂടെ അല്ലേ? പാറമേൽ പണിത വീടും മണൽപ്പുറത്ത് പണിത വീടും. പാറമേൽ സവിധം പണിയുക, ദൈവവചനത്തിന്റെ മേൽ സവിധം പണിയുക, ആധ്യാത്മിക സവിധം. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. നമ്മുടെ കുടുംബം വചനത്തിന്റെ അടിത്തറയിൽ പണിയുക. കുടുംബ ബന്ധങ്ങള്, മക്കളുടെ ജനനം, ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും വചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കട്ടെ. നമുക്കറിയാം, ഒരു ചെറിയ കർമ്മം ചെയ്യുവാണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഒരു വചനവായനയുണ്ടല്ലേ? കുടുംബ പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ കുടുംബ കൂട്ടായ്മകൾ നടത്തുമ്പോൾ അവിടെ എന്തുണ്ട്? വചനവായനയുണ്ട്. അപ്പം അതൊക്കെ അനിവാര്യമായ കാര്യമാണ്, അത് നടത്തണം. നമ്മൾ ഒത്തിരി വായിച്ചില്ല എങ്കിലും നമ്മൾ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് 119 വചനം പാദങ്ങൾക്ക് വിളക്കാണ്, വഴിയിൽ പ്രകാശമാണ്. അപ്പം നമുക്ക് പ്രകാശവും ശക്തിയും ഒക്കെ തരേണ്ടത് ദൈവവചനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്ത് ചെയ്യാം? തിരുവചനം ആദരവോടെ നമ്മുടെ കയ്യിലെടുക്കണം. തിരുവചനം ഓരോ ദിവസവും തിരുവചനം. എല്ലാവരുടെയും വീട്ടിൽ ബൈബിൾ ഉണ്ടോ? ബൈബിൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടുത്തെ സിസ്റ്റർമാരോട് പറയുക കേട്ടോ, തീർച്ചയായിട്ടും ബൈബിൾ തരാൻ പറയാം, അല്ലെങ്കിൽ ഞങ്ങൾ എത്തിച്ചു തരാം. വചനം എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കണം. ഇനി ഈ വചനം വെക്കുന്ന എവിടെയാ?
പണ്ടൊരു വീട്ടിൽ ചെന്നപ്പോഴേ ഈ ബൈബിൾ എടുക്കാൻ പറഞ്ഞപ്പം അമ്മച്ചി പോയി ഉപ്പുമാങ്ങാപ്പരണിയുടെ പുറത്തുനിന്ന് ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. കാരണം മാങ്ങാപ്പരണിക്ക് എന്തില്ലായിരുന്നു? അടപ്പില്ല. അടപ്പിന് പകരം എന്നാ വെച്ചിരിക്കുന്നേ? ബൈബിള്. അതുപോലെ പൊടിപടലങ്ങളൊക്കെ പിടിച്ച് വൃത്തികേടായിട്ട് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ കാണുന്ന നന്നായിട്ടാണ് വെക്കുന്നത്. അങ്ങനെ വല്ലവരും വെക്കുന്നുണ്ടോ? ഓർക്കോ ഉപ്പുമാങ്ങാപ്പരണിയുടെ പുറത്ത് എന്നതാണ് അപ്പോൾ വെച്ചിരിക്കുന്നതെന്ന് ഇല്ലേ? വചനം എന്ത് ചെയ്യണം? ഭവനത്തിന്റെ പ്രധാന ഭാഗത്തായിരിക്കണം വചന ഗ്രന്ഥം വെക്കേണ്ടത്. അതുപോലെ വചനത്തോട് ആദരവ് ബഹുമാനമൊക്കെ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നത് ഈ വചനത്തിന് മുകളിൽ മറ്റ് പുസ്തകങ്ങൾ ഒരു സാധനവും വയ്ക്കരുതെന്നൊക്കെ വീട്ടിൽ നിന്ന് മുതലേ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ഇതിൻ്റെ വചന പുസ്തകത്തിൻ്റെ പുറത്ത് നമ്മളൊന്നും വെക്കാതിരിക്കുക. കാരണം അതിനുള്ള ആദരവും ബഹുമാനവും കാണിക്കണം. അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. വചനത്തെ കയ്യിലെടുക്കുക, വചനം ശ്രവിക്കണം. ദേവാലയത്തിൽ നമ്മൾ വന്ന് ഈ വചനം പിന്നെ നമ്മൾ ഓർക്കുക, ഇടവക സമൂഹത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ പറ്റുന്നത്. അതുകൊണ്ട് നമുക്കൊന്നിച്ച് വചനം വായിക്കണം, വചനം പഠിക്കണം, വചനം സ്വന്തമാക്കണം. നമുക്കൊന്നിച്ചൊന്ന് പറഞ്ഞാലോ? വചനം വായിക്കുമ്പോൾ ഇത്ര സ്വരമൊന്നും പോരാ. വചനം വായിക്കുമ്പോൾ ഹൃദയം ശുദ്ധമാകും. വചനം വായിക്കുമ്പോൾ ഹൃദയം ശുദ്ധമാകും. ജീവിതം വിശുദ്ധമാകും. വചനം സ്പർശിക്കുമ്പോൾ മാലിന്യം നീക്കപ്പെടും. വചനം സ്പർശിക്കുമ്പോൾ മാലിന്യം നീക്കപ്പെടും. വചനം ശ്രവിക്കുമ്പോൾ ഹൃദയം ജ്വലിക്കും. ഇത് നമ്മൾ വചനം മാലിന്യം നീക്കപ്പെടുമെന്നുള്ള ഏശയ്യയുടെ പ്രവചനത്തിലാണ് നമ്മൾ കാണുന്നത്. ഏശയ്യ പറയുന്നുണ്ട് 6-ാം അധ്യായത്തില്, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്നെ ശുദ്ധീകരണേ എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ, കെരൂബുകള് കുടിലുകൊണ്ട് തീക്കട്ട കൊണ്ട് എന്ത് ചെയ്തു? പ്രവാചകന്റെ നാവിനെ ശുദ്ധീകരിക്കുകയാണ്. അപ്പൊ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് വചനത്താൽ നമ്മൾ ഹൃദയം ശുദ്ധമാക്കപ്പെടണം, നമ്മുടെ ജീവിതം വിശുദ്ധമാക്കപ്പെടണം, ഹൃദയ മാലിന്യങ്ങൾ മാറണം, വിശുദ്ധി പ്രാപിക്കണം, ഹൃദയം ജ്വലിക്കണം. ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത് സഭയിലൂടെയാണ്. അതാണ് തലമുറ കൈമാറി കിട്ടിക്കുന്ന തിരുസഭയിലൂടെയാണ്, ഇടവക സമൂഹത്തിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇടവക സമൂഹത്തോട് ചേർന്ന് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കുടുംബ കൂട്ടായ്മകൾ, ഞായറാഴ്ചകളിലെ വിശുദ്ധ കുർബാന, മറ്റു ദിവസങ്ങൾ ഞാൻ നിർബന്ധിക്കുന്നില്ല, വരുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ മറ്റു കൂട്ടായ്മകളൊക്കെ വരുമ്പോൾ, കുടുംബ കൂട്ടായ്മയിലൊക്കെ എല്ലാവരും വന്ന് സംബന്ധിക്കാറുണ്ടോ? ഞങ്ങൾ വരുന്നുണ്ട് ഇനി കേട്ടോ, ഇതുകൊണ്ട് നിർത്തിയൊന്നുമില്ല. ഇനി ഞങ്ങൾ കൂട്ടായ്മകളിലേക്കൊക്കെ വരും. ഇച്ചിരി കഴിയുമ്പോൾ എങ്ങനെയൊക്കെ പോകുന്നതെന്നറിയണം. ഈ വചനം കേട്ടിട്ടും ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടും ഫലമൊക്കെ ഫലം ചൂടി നിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈശോ പറഞ്ഞതുപോലെ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ കൂടെ പോയി 1 വർഷം ഫലം ഉണ്ടാകുമെന്ന് ഓർത്ത് പിറ്റേ വർഷം വന്നപ്പോൾ എന്നാ സംഭവിച്ചേ? ഒരു കാര്യം കണ്ടില്ല, ഉണങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെയൊന്നും സംഭവിക്കാതെന്നും ഞങ്ങൾക്കറിയാം. അപ്പോൾ ഒരു വചനം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 24 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കേണ്ട. തോമാസ് ലീഗ ഈശോയുടെ പാർശ്വത്തിൽ ചെന്ന് കൈ തൊട്ടു ഇല്ലേ? ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം നമ്മുടെ പിതാവായ തോമാസ് ലീഗ നടത്തിയില്ലേ? എന്താ പറഞ്ഞത്? തിരുവിലാവിൽ തൊട്ടുകൊണ്ട് 11 ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. തോമാസ് ലീഗ മാത്രം ഈശോ പ്രത്യക്ഷപ്പെട്ടില്ല. പക്ഷേ ഈശോ തോമാസ് ലീഗ ഉള്ള ഒരു സമയത്ത് അവിടെ ചെന്നു, തൊട്ടിട്ട് എന്നാ പറഞ്ഞു? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. പുരുഷന്മാരൊന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ കൈ ഉയർത്തി, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ. സ്ത്രീകളൊന്ന് പറഞ്ഞേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. എല്ലാവരും കൂടെ ഒച്ചത്തിലൊന്ന് പറഞ്ഞേ, 3 പ്രാവശ്യം. അപ്പോൾ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇതൊക്കെ ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ. അപ്പം നമ്മളിലുള്ള വിശ്വാസം. ഇനി അപ്പസ്തോല പ്രവർത്തനം 14:22 നാം ഇപ്രകാരം കാണുന്നുണ്ട്. വായിക്കാമോ? അപ്പസ്തോല പ്രവർത്തനം 14:22. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡകളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. അപ്പസ്തോലന്മാർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും
നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവര് ശക്തിപ്പെടുത്തി. അപ്പസ്തോലന്മാര് യേശുവിന്റെ ശിഷ്യന്മാരാകുന്നവരെ എങ്ങനെയാണ് ശക്തിപ്പെടുത്തിയത്? വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. കാരണം നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ പണ്ടത്തെ പോലെ അത്ര എളുപ്പമൊന്നുമല്ല വിശ്വാസ ജീവിതം നയിക്കാൻ. അതെയോ നമ്മുടെ ക്രിസ്തീയ ജീവിതം പ്രചരിപ്പിക്കാനോ ക്രിസ്തീയ ജീവിതത്തിൽ ആഴപ്പെടാനോ ഒക്കെ നമുക്കത്ര എളുപ്പമൊന്നുമല്ല. ഇവിടെ നമ്മൾ സുരക്ഷിതാണ്. വി ആർ ഇൻ ദ സെക്യൂർ സേഫ് ആൻഡ് അതായത് നമ്മളൊരു സെക്യൂർ സോണിലാണ് നമ്മളെല്ലാം, അല്ലേ? പുറത്തേക്കൊക്കെ ചില രാജ്യങ്ങളിലേക്കും ചില സ്ഥലങ്ങളിലേക്കും ഈവൻ വേണ്ട നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാം ഈ കുരിശ് പോലും ഇട്ടുകൊണ്ടൊന്നും നടക്കാൻ പറ്റിയല്ല ചില രാജ്യങ്ങളിൽ. പറ്റുമോ? നമുക്കിവിടെ എല്ലാം സേഫാണ്. നമ്മൾ ഓർക്കുക. ഇതൊന്നും കുറച്ചു കാലം കൂടെ കഴിഞ്ഞാൽ എന്താകും? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളെ നല്ല ധീരത നമുക്ക് ആവശ്യമാണ്, നല്ല വിശ്വാസം നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാമല്ലോ പണ്ട് 21 പേരുടെ കഴുത്തൊക്കെ അർത്ഥം എന്തിനു വേണ്ടിയാ? വിശ്വാസം പ്രഘോഷിച്ചു, അല്ലേ? ക്രിസ്തുവിന് വേണ്ടിയാ. ക്രിസ്തുവിനെ ഏറ്റു പറഞ്ഞില്ല എങ്കിൽ പറഞ്ഞാൽ നിങ്ങളെ എന്ത് ചെയ്യും? വധിക്കപ്പെടുമെന്ന് പറഞ്ഞു. അവരെല്ലാം കഴുത്ത് വെച്ചു കൊടുത്തു, അർത്തോളാൻ പറഞ്ഞു. നമുക്കൊക്കെ അത് വരാൻ പോകുന്നു, പീഡനങ്ങളുടെ കാലം. അതാണ് രക്തസാക്ഷികളുടെ ചുടുനീണം വീണ് കുതിർന്ന മണ്ണിലാണ് നമ്മുടെ ഈ വിശ്വാസം വളർന്നു വന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടണം. ശിഷ്യന്മാരെല്ലാം ചെയ്തെന്ന് ഇന്നും അത് തന്നെയാണ് പ്രഘോഷിക്കുന്നത്. മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. വിശ്വാസത്തിൽ നിലനിൽക്കണം നിങ്ങൾ. നിരവധി പീഡനങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, അരിഷ്ടതകൾ, അതുപോലെ ലോകത്തിലെ പല മായകളുമുണ്ട്. എല്ലാം നമ്മളെ മാടി വിളിക്കും ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ്. അവിടെയും വിശ്വാസം, നമ്മുടെ ക്രിസ്തീയ ജീവിതം, ക്രിസ്തു വിശ്വാസം നമുക്ക് മുറുകെ പിടിക്കാൻ സാധിക്കണം. അങ്ങനെ അവരുടെ മനസ്സിനെ മുറുകെ ശക്തിപ്പെടുത്തി എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തെയും ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളതിൽ കൂട്ടായ്മയിൽ നിലനിന്നുകൊണ്ട് വിശ്വാസികളുടെ സമൂഹം ഒന്നിച്ചൊപ്പം മുന്നോട്ട് നീങ്ങട്ടെ. അതിനുള്ള എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയമെല്ലാം ദൈവം നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, 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 ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓക്കെ, നമുക്ക് ഒരു 10 മിനിറ്റ് ചങ്കിലെ ചോര കൊണ്ട് അവനെന്നെയും വീണ്ടെടുത്തു. ചങ്കോടണച്ചവനേ, നിന്നിൽ ഞാൻ ചാരിടുന്നു. ചങ്കിലെ ചോര കൊണ്ട് അവനെന്നെയും
നിന്നിൽ ഞാൻ ചാരിടുന്നു കാൽവരിയിൽ ചിന്തിയ രക്തത്തിൻ ഫലമായി സാധുവായ എനിക്ക് ദാനമായി രക്ഷ നൽകി ചങ്കിലെ ചോര കൊണ്ട് അവനെന്നെയും വീണ്ടെടുത്തു ചങ്കോടണച്ചവരെ നിന്നിൽ ഞാൻ ചാരിടുന്നു നിന്നിൽ ഞാൻ ചാരിടുന്നു. പുറത്ത് നിൽക്കുന്ന